ഹലോ മക്കളെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ടേക്ക് സ്വാഗതം. മക്കളിപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് നമ്മുടെ 10ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിലെ 4ാമത്തെ ചാപ്റ്ററാണ് പ്രൊജക്ട് ടൈഗർ. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ നമ്മൾ ഇന്ന് ഈ ഒരു ഒറ്റൊരു വീഡിയോ കൊണ്ട് മുഴുവനായിട്ടും വളരെ വ്യക്തമായിട്ട് വളരെ കൃത്യമായിട്ട് നമ്മളിന്ന് പറഞ്ഞു തരുന്നതായിരിക്കും, നമ്മളിന്ന് പഠിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, വീഡിയോയിലോട്ടേക്ക് കടക്കാം. അതിനു മുമ്പ് ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികളാണെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനെക്കാട്ടിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, പരമാവധി ഫ്രണ്ട്സിന് വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടാതെ എന്ത് സംശയങ്ങളുണ്ടെങ്കിലും കമൻറ്റിലൂടെ അറിയിക്കാവുന്നതാണ്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ചാപ്റ്ററിലേക്ക് കടക്കാം. നമ്മുടെ ഇംഗ്ലീഷിലെ 2ാമത്തെ യൂണിറ്റാണ് ദ ഫ്രെയിംസ്. 2ാമത്തെ യൂണിറ്റിലെ ആദ്യത്തെ ചാപ്റ്ററാണ് പ്രൊജക്ട് ടൈഗർ. അപ്പം ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത് നമ്മുടെ ആദ്യത്തെ യൂണിറ്റ് ആയിട്ടുള്ള ഗ്ലിംസസ് ഓഫ് ഗ്രീൻ എന്ന് പറയുന്ന യൂണിറ്റിൽ 3 ചാപ്റ്റേഴ്സ് നമ്മൾ പരിചയപ്പെട്ടു അല്ലേ. ഏതൊക്കെയാണത്? അഡ്വഞ്ചേഴ്സ് ഇൻ എ ബനിയൻ ട്രീ, ലൈൻസ് റിട്ടൺ ഇൻ ഏർലി സ്പ്രിംഗ്, ദ സ്നേക്ക് ആൻഡ് ദ മിറർ. 2 ചെറുകഥയും ഒരു പോമുമാണ് നമ്മൾ പരിചയപ്പെട്ടത്. എന്നാൽ ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത് മെമ്മോയർ ആണ്. എന്താ ഈ മെമ്മോയർ എന്ന് വെച്ചാൽ? MEMOIR, MEMOIR, മെമ്മോയർ, ഓർമ്മക്കുറിപ്പാണ്. ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത് ആരുടെയോ ഓർമ്മക്കുറിപ്പാണ്. അപ്പം നമുക്കറിയണം ആരുടെ ഓർമ്മക്കുറിപ്പാണ്. സത്യജിത് റായ് എന്ന് പറയുന്ന വൺ ഓഫ് ദ ഫേമസ് ഇന്ത്യൻ ഫിലിം മേക്കർ, ഇന്ത്യയിലെ തന്നെ വളരെ പ്രശസ്തനായിട്ടുള്ള സിനിമാ നിർമ്മാതാക്കളിൽ ഒരാളാണ് സത്യജിത് റായ്. അദ്ദേഹത്തിൻ്റെ ഓർമ്മക്കുറിപ്പാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സിനിമയാണ്. അദ്ദേഹത്തെ പറ്റിയിട്ട് കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. എല്ലാവരും നിർബന്ധമായിട്ടും വായിച്ചു നോക്കുക. സത്യജിത് റായ് എന്ന് പറയുന്ന വ്യക്തിയുടെ അദ്ദേഹത്തിൻ്റെ സിനിമയായിട്ടുള്ള ഗൂബി ഗൈൻ ബാഗാ ബൈൻ എന്ന് പറയുന്ന സിനിമയുണ്ട്. നല്ല സിനിമയാണ് അല്ലേ, നല്ല പേരുമാണല്ലേ, ഗൂബി ഗൈൻ ബാഗാ ബൈൻ. ആ ഒരു സിനിമയിൽ കടുവേനെ, ടൈഗറിനെ അഭിനയിപ്പിക്കുന്ന ചില അല്ലെങ്കിൽ ടൈഗറിനെ ഉൾപ്പെടുത്തേണ്ട ചില രംഗങ്ങൾ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ നിങ്ങൾ ഓർക്കണം മക്കളെ, ഒരുപാട് കാലങ്ങൾക്ക് മുമ്പാണ്. ആ ഒരു സമയത്ത് സിനിമയിൽ ഒരു കടുവേനെ അഭിനയിപ്പിക്കുക എന്നുള്ള കാര്യം അല്പം പ്രയാസം ആയിട്ടുള്ള ഒരു കാര്യമാണ്, അല്പം ഡിഫിക്കൽട്ടാണ് അതല്ലേ. അപ്പം അങ്ങനെയുള്ള കാര്യം അദ്ദേഹത്തിന് ചെയ്യണമായിരുന്നു. അതിനു വേണ്ടിയിട്ട് അദ്ദേഹം ഒരുപാട് കടമ്പകൾ കടക്കണമായിരുന്നു അല്ലേ. ഒരുപാട് സ്റ്റെപ്സ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. എന്തൊക്കെയാണത്? ഒരുപാട് ഡിഫിക്കൽട്ടീസ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഒന്ന്, എവിടെ നിന്ന് ഈ കടുവേനെ കിട്ടും? നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കുക മക്കളെ. ഒരു സിനിമയിൽ കടുവേനെ നിങ്ങൾക്ക് അഭിനയിപ്പിക്കണം. അപ്പം എവിടെ നിന്നാണ് ഈ കടുവേനെ കിട്ടുക നിങ്ങൾക്ക് അല്ലേ? അതൊരു പ്രശ്നമല്ലേ. അപ്പം അത് എങ്ങനെ അദ്ദേഹം ഫേസ് ചെയ്തു? മറ്റൊരു കാര്യം, ഇനി കടുവേനെ ലഭിച്ചാൽ തന്നെ നമ്മൾ കരുതുന്ന രീതിയിൽ ആ ഒരു കടുവ എന്ത് ചെയ്യണം? അഭിനയിക്കണം അല്ലേ, അല്ലെങ്കിൽ കാര്യങ്ങൾ ചെയ്യണം. അത് നടക്കണ്ടേ. അപ്പോൾ ഇങ്ങനെയുള്ള ചില പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് അദ്ദേഹം മാനേജ് ചെയ്തത്? അതോടൊപ്പം തന്നെ മറ്റു ചില കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ചാപ്റ്ററിലേക്ക് കടക്കാം. പ്രൊജക്ട് ടൈഗർ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ചാപ്റ്ററാണ് പ്രൊജക്ട് ടൈഗർ. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, ടെക്സ്റ്റ് ബുക്ക് എടുത്ത് മുന്നിൽ വെക്കുക. അതോടൊപ്പം തന്നെ അർത്ഥങ്ങളൊക്കെ കൃത്യമായിട്ട് നമ്മൾ പറയുമ്പോൾ കൃത്യമായിട്ട് മാർക്ക് ചെയ്ത് വെക്കുക, കൃത്യമായിട്ട് എഴുതി വെക്കുക. ഓക്കെ. നോ വൺ ക്യാൻ ബീറ്റ് ഹോളിവുഡ് വെൻ ഇറ്റ് കംസ് ടു മേക്കിംഗ് ഫിലിംസ് വിത്ത് ആനിമൽസ് ഇൻ ദം. അദ്ദേഹം പറയാണ്, ഹോളിവുഡിൽ മൃഗങ്ങളെ വെച്ച് സിനിമ ചെയ്യുന്നതിൽ ഹോളിവുഡിനെ തകർക്കാൻ വേണ്ടിയിട്ട് മറ്റാർക്കും സാധിക്കില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്? നോ വൺ ക്യാൻ ബീറ്റ് ഹോളിവുഡ് വെൻ ഇറ്റ് കംസ് ടു മേക്കിംഗ് ഫിലിംസ് വിത്ത് ആനിമൽസ് ഇൻ ദം. അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് ആനിമൽസിനെ വെച്ചിട്ട് ഹോളിവുഡ് സിനിമ ചെയ്യുന്നതിൽ, അല്ലെങ്കിൽ ഹോളിവുഡിലെ ആനിമൽസിനെ വെച്ചിട്ട് സിനിമ ചെയ്യുന്നതിൽ വളരെ അവർ മുൻപന്തിയിൽ തന്നെയായിരുന്നു. അവരെ തകർക്കാൻ വേണ്ടിയിട്ട് മറ്റാർക്കും സാധിക്കില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഐ റിമെമ്പർ ഫിലിംസ് ഇൻ മൈ ചൈൽഡ്ഹുഡ്. ഞാൻ എൻ്റെ ബാല്യകാലത്തുള്ള ചില സിനിമകളെ പറ്റിയിട്ട് ഓർക്കുകയാണ്. ആൻഡ് ദർ വെർ ക്വയറ്റ് എ ഫ്യൂ ഓഫ് ദം. അതിൽ ചിലതാണ് ദറ്റ് ഹാഡ് ആൻ അൽസേഷൻ കോൾഡ് റിൻ ടിൻറ്റിൻ. അതിൽ ചില സിനിമകളിൽ അൽസേഷൻ ബ്രീഡായിട്ടുള്ള, അൽസേഷൻ എന്ന് പറയുന്ന ഒരു ബ്രീഡാണ്, ഡോഗിൻ്റെ, നായയുടെ ഒരു ബ്രീഡാണ്. അൽസേഷൻ ബ്രീഡിലുള്ള ഒരു ഡോഗ് ഉണ്ടായിരുന്നു. അതിൻ്റെ പേരാണ് റിൻ ടിൻ ടിൻ. നല്ല പേരല്ലേ, റിൻ ടിൻ ടിൻ. ഓക്കെ. അപ്പം റിൻ ടിൻ ടിൻ എന്ന പേരുള്ള ഒരു നായയായിരുന്നു, ഒരു ഡോഗായിരുന്നു ആ സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരുന്നത്. ദിസ് ഡോഗ്സ് ആക്ടിങ് വാസ് മോർ ഇംപ്രസീവ് ദാൻ എ ഹ്യൂമൻസ്. ഈ ഒരു ഡോഗിൻ്റെ പ്രത്യേകതയാണ് ഇതിൻ്റെ അഭിനയം എന്ന് പറയുന്നത് മനുഷ്യരെക്കാളിലും അടിപൊളിയായിരുന്നു, അതായത് ഇംപ്രസീവ് ആയിരുന്നു, വളരെയധികം അട്രാക്റ്റീവ് ആയിരുന്നു. ലേറ്റർ വി ഗോട്ട് ടു സീ 3 or 4 അതർ ഫിലിംസ് വിത്ത് എ കോളി കോൾഡ് ലാസി. പിന്നീടുള്ള 3 or 4 സിനിമകൾ മറ്റൊരു ബ്രീഡിൻ്റെ ആ ഒരു ബ്രീഡിൻ്റെ പേരാണ് കോളി.
കോളി എന്ന് പറയുന്ന മറ്റൊരു ബ്രീഡിലുള്ള ഒരു ഡോഗായിരുന്നു അഭിനയിച്ചുകൊണ്ടിരുന്നത്. അതിൻ്റെ അഭിനയത്തെ പറ്റിയിട്ട് ഇവിടെ പറയുന്നുണ്ട്. ആ ഒരു ഡോഗിൻ്റെ പേരാണ് ലാസി. ഇറ്റ് സീംഡ് ദാറ്റ് ദ ഡയറക്ടർ കുഡ് മേക്ക് ലാസി ഡു ജസ്റ്റ് അബൌട്ട് എനിത്തിങ്. ആ ഒരു ഡോഗിൻ്റെ അഭിനയം കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് സംവിധായകന്, ഡയറക്ടറിന് ആ ഒരു ഡോഗിനെ പറ്റിയിട്ട് അല്ലെങ്കിൽ ആ ഒരു ഡോഗിനെ വെച്ചിട്ട് എന്ത് കാര്യങ്ങൾ വേണമെങ്കിലും ചെയ്യാൻ വേണ്ടി പറ്റുമായിരുന്നു. അത്രക്കും പരിശീലനം ലഭിച്ചിട്ടുള്ള ഡോഗായിരുന്നു ലാസി. These trained dogs were famous stars in their own rights, and the money they earned was no less than what a real film star got. ട്രെയിൻഡ് ഡോഗ്സ് എന്ന് വെച്ചാൽ പരിശീലിപ്പിച്ച ഡോഗ്സ് അല്ലേ. അപ്പം ഈ പരിശീലിപ്പിച്ച ഡോഗ്സിന് യഥാർത്ഥ സിനിമാ താരങ്ങൾക്ക് ലഭിച്ചിരുന്ന അതേ പണം തന്നെയായിരുന്നു ഈ പരിശീലിപ്പിച്ചിട്ടുള്ള ഇങ്ങനെ അഭിനയിക്കുന്ന ഈ ഡോഗ്സിനും ലഭിച്ചുകൊണ്ടിരുന്നത്. Their owners could easily make as much as 100,000 rupees from just one film. അതായത് ഈ ഒരു ഡോഗ്സിൻ്റെ ഓണേഴ്സ് ഉണ്ടാവും അല്ലേ, ഉടമസ്ഥർ, അവർക്ക് ഏകദേശം ഒരു സിനിമയിൽ നിന്ന് 1,00,000 രൂപ വരെ വരുമാനമായിട്ട് ലഭിച്ചിരുന്നു എന്നാണ് പറയുന്നത്. I realized how reverently these animal actors were treated when I happened to see the shooting of a film 20 years ago in Disney Studio in Hollywood. അദ്ദേഹം പറയാണ്, 20 വർഷങ്ങൾക്ക് മുമ്പ് ഹോളിവുഡിലെ ഡിസ്നി സ്റ്റുഡിയോയിൽ ഒരു സിനിമയുടെ ഷൂട്ടിംഗ് കാണാൻ വേണ്ടിയിട്ട് അദ്ദേഹം പോയപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലായത് എത്രത്തോളം ആദരവോട് കൂടിയിട്ടാണ്, റെവറൻ്റ്ലി എന്ന് വെച്ചാൽ റെസ്പെക്റ്റ്ഫുള്ളി എന്നാണ് അർത്ഥം, ആദരവോട് കൂടിയിട്ടാണ് ഈ ആനിമൽ ആക്ടേഴ്സിനെ ട്രീറ്റ് ചെയ്യുന്നത്, പരിപാലിക്കുന്നത് എന്ന് അദ്ദേഹത്തിന് മനസ്സിലായത്. ദ മെയിൻ ക്യാരക്ടർ ഇൻ ദിസ് ഫിലിം വാസ് എ ലാർജ് ഡോഗ്. അങ്ങനെ ആ ഒരു സിനിമയുടെ, അദ്ദേഹം ഡിസ്നി സ്റ്റുഡിയോയിൽ കാണാൻ പോയിട്ടുണ്ടായിരുന്ന ആ ഒരു സിനിമയുടെ പ്രധാന കഥാപാത്രം എന്ന് പറയുന്നത് ഒരു വലിയ ഡോഗായിരുന്നു. ഐ റീച്ച്ഡ് ദ സ്റ്റുഡിയോ ടു ഫൈൻഡ് ദാറ്റ് ദ ഷൂട്ടിംഗ് ഹാഡ് നോട്ട് യെറ്റ് സ്റ്റാർട്ടഡ്. അദ്ദേഹം അവിടെ ഷൂട്ടിംഗ് കാണാൻ വേണ്ടിയിട്ട് എത്തിയ ആ ഒരു സമയത്ത് ഷൂട്ടിംഗ് ആരംഭിച്ചിട്ടില്ലായിരുന്നു. ദ ക്യാമറമാൻ വാസ് ഗെറ്റിംഗ് ദ ലൈറ്റ്സ് റെഡി. പിന്നെ എന്താ അവിടെ നടക്കുന്നുണ്ടായിരുന്നത്? ക്യാമറമാൻ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെക്കുകയായിരുന്നു അദ്ദേഹം അവിടെ എത്തിയപ്പോൾ കണ്ട കാഴ്ച. ഇറ്റ് ഈസ് കസ്റ്റമറി ഫോർ ആക്ടേഴ്സ് ടു ബി പ്രസൻറ്റ് വെൻ ദ ലൈറ്റ്സ് ആർ അറേഞ്ച്ഡ്, for they have to show the cameraman how they will walk or where they will stand in a particular shot. കസ്റ്റമറി എന്ന് വെച്ചാൽ എ ഹാബിച്വൽ, എ സിസ്റ്റം, എ ട്രഡീഷൻ എന്നൊക്കെയുള്ള അർത്ഥമാണ്. അതായത് അവരുടെ ഒരു ഇതെന്ന് പറയുന്നത്, അവരുടെ ഒരു സിസ്റ്റം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ആക്ടേഴ്സ്, അഭിനയിക്കുന്ന ആൾക്കാർ എന്ത് ചെയ്യണം, യഥാർത്ഥ സീന് എടുക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് ക്യാമറമാൻ്റെ മുന്നിൽ എന്ത് കാണിച്ചു കൊടുക്കണമായിരുന്നു, ഒരു പെർട്ടിക്കുലർ ഷോട്ടിൽ ഒരു നിശ്ചിത സീനും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ, ആ സീനിൽ അവരെവിടെയാണ് നിൽക്കുന്നത്, എവിടെയാണ് ഓരോ ഡയലോഗ്സ് പറയുമ്പോഴുമൊക്കെ എവിടെയാണ് അവർ നിൽക്കുക, എങ്ങനെയാണ് അവർ നടക്കുക എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ക്യാമറമാൻ്റെ മുന്നിൽ ഒരിക്കൽ കാണിച്ചു കൊടുക്കണമായിരുന്നു റിഹേഴ്സൽ എന്ന രീതിയിൽ. ഇൻ ദ കേസ് ഓഫ് വെരി ഫേമസ് സ്റ്റാർസ് ദിസ് ജോബ് ഈസ് ഡൺ ബൈ ദിയർ സ്റ്റാൻഡിൻസ്. എന്നാൽ വളരെ പ്രശസ്തരായിട്ടുള്ള സിനിമാ താരങ്ങളുടെ ഒരു കാര്യമെന്ന് പറയുന്നത് അവർ ഈ ഒരു സന്ദർഭത്തിൽ എത്തുകയില്ലായിരുന്നു. പകരം ഈ ഒരു കാര്യം ക്യാമറമാൻ്റെ മുന്നിൽ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരുന്നത് അവരുടെ സ്റ്റാൻഡിൻസ് ആയിരുന്നു. ആരാണപ്പോൾ ഈ സ്റ്റാൻഡിൻ എന്ന് പറയുന്നത്? എ സ്റ്റാൻഡിൻ ഈസ് യൂഷ്വലി എ പേഴ്സൺ ഹു ഈസ് ഫിസിക്കലി സിമിലർ ടു ദ റിയൽ സ്റ്റാർ. മക്കളെ ശ്രദ്ധിക്കുക, സ്റ്റാൻഡിൻ എന്ന് പറയുന്നത് ആരാണ്? യഥാർത്ഥ സിനിമാ താരത്തിനോട് സാമ്യം തോന്നിക്കുന്ന മറ്റൊരു വ്യക്തി. നമ്മൾ ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ ആ യഥാർത്ഥ സിനിമാ താരമാണെന്ന് പറയും. എന്നാൽ അത് മറ്റൊരു വ്യക്തിയാണ്. അങ്ങനെയുള്ളവരെയാണ് നമ്മൾ സ്റ്റാൻഡിൻ എന്ന് പറയുക. ദ സ്റ്റാർസ് ദംസെൽവ്സ് അറൈവ് ഓൺലി വെൻ ദ ലൈറ്റ്സ് ആർ റെഡി ആൻഡ് ഇറ്റ് ഈസ് ടൈം ടു ടേക്ക് എ ഷോട്ട്. ഇങ്ങനെയുള്ള പ്രശസ്ത താരങ്ങളെ എപ്പോഴും മാത്രമായിരുന്നു എത്തിയിട്ടുണ്ടായിരുന്നത്. ആ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ റെഡിയാക്കി യഥാർത്ഥ ഷോട്ട് എടുക്കുന്ന സമയത്താണ് അവരെന്ത് ചെയ്യുക, വരിക. ഹിയർ ഇൻ ഡിസ്നി സ്റ്റുഡിയോ I noticed that a few actors were moving about in the set, and on one side, standing quietly, was the protagonist, the same large dog. ഇവിടെ ഡിസ്നി സ്റ്റുഡിയോയിൽ അദ്ദേഹം ശ്രദ്ധിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹം പറയാണ്, ഇവിടെ ഞാൻ എത്തിയപ്പോൾ ഒരുപാട് അഭിനയിക്കുന്ന വ്യക്തികൾ, ആക്ടേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് നടക്കുന്നുണ്ട്, എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്ത് അവരൊക്കെ തിരക്കിലാണ്. എന്നാൽ ആ ഒരു സിനിമയിലെ പ്രധാന കഥാപാത്രമായിട്ടുള്ള പ്രൊട്ടഗണിസ്റ്റ് എന്ന് പറഞ്ഞാൽ സെൻട്രൽ ക്യാരക്ടർ, കേന്ദ്ര കഥാപാത്രമായിട്ടുള്ള ആ ഒരു വലിയ ഡോഗ് ഒരു സ്ഥലത്ത് അനങ്ങാതെ അങ്ങ് നിൽക്കുകയാണ്. ദ ക്യാമറമാൻ ഷൗട്ടഡ് ടു എവ്രി വൺ ടു ടേക്ക് ദെയർ പൊസിഷൻസ്, ബട്ട് ദ ഡോഗ് റിമെയിൻഡ് വെയർ ഇറ്റ് വാസ്.
ക്യാമറമാൻ എന്താണ് എല്ലാവരോടും അവരവരുടെ പൊസിഷൻസിലേക്ക് സ്ഥാനത്തിലേക്ക് വന്ന് നിൽക്കാൻ വേണ്ടി പറഞ്ഞപ്പോഴും ഈ ഒരു ഡോഗ് എന്താണ് അതൊന്നും മൈൻഡ് ചെയ്യാതെ എവിടെയാണോ അതുള്ളത് അവിടെ തന്നെ നിൽക്കുകയാണ്. ദിസ് പസിൽഡ് മീ. ഇതെന്താണ് സത്യജിത് റായ് എന്ന് പറയുന്ന വ്യക്തിയെ ഒരുപാട് കൺഫ്യൂസ്ഡ് ആക്കി. പസിൽഡ് എന്ന് വെച്ചാൽ കൺഫ്യൂസ്ഡ്. കുഡ് ഇറ്റ് ബി ദാറ്റ് ഇറ്റ് വാസ് നോട്ട് റിക്വയർഡ് ഇൻ ദ നെക്സ്റ്റ് ഷോട്ട്? ചിലപ്പോഴെന്താണ് ആ ഡോഗ് അടുത്ത ഷോട്ടിൽ ആവശ്യമുണ്ടാവില്ലായിരിക്കാം. അതുകൊണ്ടായിരിക്കാം അതൊന്നും എന്താണ് ഈ ക്യാമറമാൻ്റെ മുന്നിലൊന്നും വരാണ്ട് അവിടെ തന്നെ നിൽക്കുന്നത്. ഒരുപക്ഷെ അടുത്ത സീനിൽ അതിന് ആവശ്യമുണ്ടായിരിക്കാം എന്നൊക്കെ കരുതി അദ്ദേഹം എന്തൊക്കെ ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുകയാണ്. ആ ഒരു സമയത്താണ് അദ്ദേഹം മറ്റൊരു കാര്യം തിരിച്ചറിയുന്നത്. നമുക്കപ്പോൾ അതെന്താണെന്ന് നോക്കാം. ബിഫോർ ഐ കുഡ് ആസ്ക് സം വൺ. അങ്ങനെ ഞാൻ മറ്റൊരു വ്യക്തിയോട് ഇത് ചോദിക്കുന്നതിന് മുമ്പ് എ സ്ട്രേഞ്ച് തിങ് ഹാപ്പൻഡ്. വളരെയധികം എന്താണ് ഒരു സ്ട്രേഞ്ച് ആയിട്ടുള്ള അപരിചിതമായിട്ടുള്ള ഒരു കാര്യം നടക്കുകയാണ്. ഫ്രം നൗ വെയർ എപ്പിയർഡ് എ ലിറ്റിൽ ഡാർഫ്. ഈ ഡാർഫ് എന്ന് പറഞ്ഞാൽ ചെറിയ മനുഷ്യൻ. ഫോളോഡ് ബൈ അനദർ മാൻ ക്യാരിയിങ് എ ഹെയറി ഡോഗ് സ്കിൻ. അങ്ങനെ എന്താണ് പിന്നീട് എന്തെങ്കിലും കാണുന്ന ഒരു കാഴ്ചയാണ്. ഒരു ചെറിയൊരു മനുഷ്യൻ എന്താണ് മറ്റൊരു വ്യക്തിയുടെ കൂടെ ഇങ്ങനെ വരികയാണ്. അവരുടെ കയ്യിൽ എന്തുണ്ട്? ഈ ഡോഗിൻ്റെ ഹെയറിനോട് സാമ്യമുള്ള, ഈ ഡോഗിൻ്റെ രോമങ്ങളോട് സാമ്യമുള്ള മറ്റൊരു ഡോഗിൻ്റെ എന്താണ് സ്കിന്ന് അവരുടെ കയ്യിലുണ്ടായിരുന്നു. യഥാർത്ഥ ഡോഗിൻ്റെ ആണോ? അല്ല, അവരെ നിർമ്മിച്ചിട്ടുള്ള ഹെയറി ഡോഗ് സ്കിൻ അവരുടെ കയ്യിലുണ്ടായിരുന്നു. ഈ ഒരു പ്രധാന കഥാപാത്രമായിട്ടുള്ള ആ ഒരു ഡോഗിൻ്റെ എന്താണ് സ്കിന്നിനോട് സാമ്യം തോന്നിക്കുന്ന ആ ഒരു ഡോഗിൻ്റെ രോമങ്ങളോട് സാമ്യം തോന്നിക്കുന്ന മറ്റൊരു എന്താണ് ഒരു ഡ്രസ്സ് എന്ന രീതിയിൽ അവരെന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു. അതും എടുത്തിട്ട് വരികയാണ് രണ്ടാൾക്കാർ. Then to my perfect amazement, the dwarf went down on all the fours on a chalk mark on the floor, just like an animal, and the dog skin was draped over him. അപ്പോൾ എന്താ അടുത്ത് നടക്കുന്നത്? അങ്ങനെ അവർ രണ്ടുപേരും വന്നിട്ട് ഈ നിലത്തായിട്ട് ചോക്കിനെ കൊണ്ട് ഇങ്ങനെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുള്ള സ്ഥാനത്ത് ഈ ഒരു വ്യക്തി, ആ ഒരു ചെറിയ മനുഷ്യൻ എന്താണ് ഒരു ആനിമൽ എങ്ങനെയാണോ നിൽക്കുന്നത് അതുപോലെയായിട്ട് രണ്ട് കൈ നിലത്ത് കുത്തിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. 4 കാലിലായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് ഒരു ആനിമലിനെ പോലെ. എന്നിട്ട് ആ ഒരു വ്യക്തിയുടെ ശരീരത്തിന് മുകളിലായിട്ട് ഇവരെന്ത് ചെയ്യാണ്? ഇവർ കൊണ്ടുവന്നിട്ടുള്ള ആ ഒരു ഹെയറി ഡോഗ് സ്കിൻ, ആ ഡോഗിൻ്റെ രോമങ്ങളോട് സാദൃശ്യം തോന്നുന്ന ഇവർ കൊണ്ടുവന്നിട്ടുള്ള ആ ഒരു ഡ്രസ്സ് പോലെയുള്ള ആ ഒരു സംഭവം ആ ഒരു വ്യക്തിയുടെ ശരീരത്തിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. ദെൻ ഹി ക്രോൾഡ് ഫ്രം വൺ മാർക്ക് ടു അനദർ. ക്രോൾഡ് എന്ന് വെച്ചാൽ ഇഴയുക, അല്ലെങ്കിൽ ആ ഒരു ഡോഗ് എങ്ങനെയാണോ നടക്കുന്നത് അതുപോലെയായിട്ട് ആ വ്യക്തി നടന്നിട്ട് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഇങ്ങനെ നടന്നു പോവുകയാണ്. ദ ക്യാമറമാൻ ഗോട്ട് ബിസി വിത്ത് ദ ലൈറ്റ്സ്. അങ്ങനെ ക്യാമറമാൻ ആ ഒരു വ്യക്തിയെ ഇങ്ങനെ ആ ഒരു വ്യക്തിയെ ഇങ്ങനെ ഷൂട്ടും കാര്യങ്ങളൊക്കെ എടുക്കുകയാണ്. ഇറ്റ് ഫൈനലി ഡോൺഡ് അപ്പോൺ മീ ദാറ്റ് ദിസ് ഡാർഫ് വാസ് പെയ്ഡ് ടു ബി ദി ഡോഗ്സ് സ്റ്റാൻഡ് ഇൻ. അങ്ങനെ അദ്ദേഹത്തിന് അവസാനം മനസ്സിലായി, അതായത് ആ വ്യക്തിയാണ് ഡോഗിൻ്റെ സ്റ്റാൻഡിൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്? ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ മനുഷ്യർക്ക് മാത്രമല്ല, ഹ്യൂമൻസിന് മാത്രമല്ല സ്റ്റാൻഡിൻ ഉള്ളത്, പകരം ആനിമൽസിനും സ്റ്റാൻഡിൻ ഉണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് ഈ ഒരു ചാപ്റ്ററിൻ്റെ ആദ്യത്തെ പാരഗ്രാഫിൽ തന്നെ സൂചിപ്പിച്ചത്, രണ്ടാമത്തെ പാരഗ്രാഫിൽ സൂചിപ്പിച്ചത് ആനിമൽ ആക്ടേഴ്സിനെ എങ്ങനെയാണോ ട്രീറ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് ഹ്യൂമൻസിനെയും ട്രീറ്റ് ചെയ്യുന്നത്. ഹ്യൂമൻ ആക്ടേഴ്സിനെ എങ്ങനെയാണോ ട്രീറ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് ആനിമൽ ആക്ടേഴ്സിനെയും ട്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എന്താ ഇവിടെ പറഞ്ഞത്? ഒന്നുമില്ല. അതായത് നമ്മൾ ഈ മനുഷ്യർക്ക് എത്രത്തോളം പരിഗണന നൽകുന്നുവോ അതേ പരിഗണന തന്നെയാണ് ഈ ആനിമൽ ആക്ടേഴ്സിനും മൃഗങ്ങൾക്കും അവർ നൽകിയിട്ടുണ്ടായിരുന്നത്. സ്റ്റാൻഡിൻ മനുഷ്യർക്ക് മാത്രമല്ല ആനിമൽസിനും ഉണ്ടായിരുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, എവറി ആനിമൽ ഇൻ എ ഹോളിവുഡ് ഫിലിം ഈസ് വെൽ ട്രെയിൻഡ്. ഹോളിവുഡ് സിനിമയിലെ എല്ലാ ആനിമൽസും വളരെയധികം പരിശീലനം ലഭിച്ചിട്ടുള്ളവരാണ്. ഇറ്റ് ഈസ് നോട്ട് ഡിഫിക്കൽട്ട് ടു ട്രെയിൻ എ ഹോഴ്സ് ഓർ എ ഡോഗ്, ബട്ട് ഹാവ് യു എവർ ഹേർഡ് ഓഫ് ട്രെയിൻഡ് റാവൻസ്? നമ്മൾ കുതിരയെ പരിശീലിപ്പിച്ചത് കേട്ടിട്ടുണ്ടാവും, ഡോഗിനെ പരിശീലിപ്പിച്ചത് കേട്ടിട്ടുണ്ടാവും, പക്ഷെ നിങ്ങൾ എപ്പോഴെങ്കിലും പരിശീലിപ്പിച്ച റാവൻസിനെ പറ്റിയിട്ട് കേട്ടിട്ടുണ്ടോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. എന്താ ഈ റാവൻസ് എന്ന് പറഞ്ഞാൽ മക്കളെ? കാക്കയെ പോലെ തന്നെ തോന്നിപ്പിക്കുന്ന, എന്നാൽ കാക്കയെക്കാളിലും വലുതായിട്ടുള്ള ഒരു തരം പക്ഷികളാണ് റാവൻസ് എന്ന് പറയുന്നത്. അവരുടെ പേരാണ് റാവൻസ്.
ഓക്കെ. അപ്പം അങ്ങനെ പരിശീലിപ്പിച്ചിട്ടുള്ള റാവൻസ് എന്ന് പറയുന്ന ആ ഒരു തരം പക്ഷികളെ നിങ്ങൾ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. നോട്ട് ജസ്റ്റ് 1 or 2, അതും 1 or 2 എണ്ണത്തിനെയല്ല പരിശീലിപ്പിച്ചത്, പിന്നെ എത്ര എണ്ണത്തിനെയാണ്? ബട്ട് നിയർലി 100 of them, ഏകദേശം 100 കണക്കിന് പരിശീലിപ്പിച്ച റാവൻസിനെ പറ്റിയിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എപ്പോഴെങ്കിലും എന്നാണ് ചോദിക്കുന്നത്. Even this was made possible in Hollywood when the creator of some of the best suspense films in the history of cinema, Alfred Hitchcock, decided to make a film called Birds. എന്നാൽ ഇതുപോലും ഹോളിവുഡിൽ സാധ്യമാക്കിയിട്ടുണ്ട്. ആര്? ആൽഫ്രഡ് ഹിക്കോക്ക് എന്ന് പറയുന്ന വളരെ പ്രശസ്തനായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ സിനിമയായിട്ടുള്ള ബേർഡ്സ് എന്ന് പറയുന്ന സിനിമയിൽ അദ്ദേഹം ഈ ഒരു കാര്യം സാധ്യമാക്കിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഇൻ ദ സ്റ്റോറി, അങ്ങനെ ആ ഒരു സിനിമയിൽ എന്താണ് അതിൻ്റെ കഥ എന്ന് പറയുന്നത്? ബേർഡ്സ് ഫ്രം ഓൾ ഓവർ ദ വേൾഡ് സ്റ്റാർട്ട് അറ്റാക്കിംഗ് ഹ്യൂമൻസ്. ആ ഒരു സിനിമയിൽ, ബേർഡ്സ് എന്ന് പറയുന്ന സിനിമയിൽ എന്താണ് അതിൻ്റെ കഥ, എന്താണ് അതിൻ്റെ ആശയം എന്ന് പറയുന്നത്? ലോകത്തിലെ എല്ലാ പക്ഷികളും മനുഷ്യരെ ആക്രമിക്കാൻ വേണ്ടി തുടങ്ങുന്ന ഒരു ആശയമാണ് ആ ഒരു സിനിമയിൽ ഉൾക്കൊണ്ട് അദ്ദേഹം എടുത്തിരുന്നത്. ഹിക്കോക്ക് നീഡഡ് എ വെറൈറ്റി ഓഫ് ബേർഡ്സ്, ബട്ട് വാട്ട് വാസ് റിക്വയർഡ് ഇൻ ദ ലാർജസ്റ്റ് നമ്പർ വാസ് റാവൻസ്. ഹിക്കോക്ക് എന്ന് പറയുന്ന വ്യക്തിക്ക് ഒരുപാട് തരത്തിലുള്ള പക്ഷികളെ ആവശ്യമായിട്ടുണ്ടായിരുന്നു. പക്ഷേ ഏറ്റവും കൂടുതൽ വേണ്ടുന്നത് റാവൻസിനെയാണ്. അപ്പം റാവൻസിനെ കിട്ടണമല്ലേ? അപ്പം അതിന് വേണ്ടിയിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? നോട്ടീസസ് വെർ പ്ലേസ്ഡ് ഇൻ ദ പ്രസ് ഓൾ ഓവർ ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആസ്കിംഗ് പീപ്പിൾ ടു കോൺടാക്ട് ദ ഫിലിം മേക്കർ ഇഫ് ദേ ന്യൂ ഹൗ ടു ഗെറ്റ് ഹോൾഡ് ഓഫ് ട്രെയിൻഡ് റാവൻസ്. അങ്ങനെ ഈ പരിശീലിപ്പിച്ച റാവൻസിനെ ലഭിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം എന്ത് ചെയ്തു എന്ന് വെച്ചാൽ എല്ലായിടത്തും നോട്ടീസുകൾ പതിപ്പിച്ചു, എല്ലായിടത്തും നോട്ടീസ് പ്രസിദ്ധീകരിച്ചു. എന്ത് പറഞ്ഞുകൊണ്ട്? നിങ്ങളുടെ കയ്യിൽ, ആരുടെയെങ്കിലും കയ്യിൽ പരിശീലിപ്പിച്ച റാവൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സിനിമാ നിർമ്മാതാവുമായിട്ട് ബന്ധപ്പെടുക എന്ന് പറഞ്ഞുകൊണ്ടാണ് നോട്ടീസുകൾ എല്ലായിടത്തും അവർ പ്രസിദ്ധീകരിച്ചത്, എല്ലായിടത്തും പതിപ്പിച്ചത്. അപ്പം 5 മാർക്കിനൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് നോട്ടീസ്. മക്കളെ, അപ്പം ഇവിടെ അദ്ദേഹം അവിടെ നൽകിയിട്ടുള്ള, പ്രസിദ്ധീകരിച്ചിട്ടുള്ള നോട്ടീസ് ചിലപ്പോഴും നിങ്ങളോട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ചോദിക്കാം എക്സാമിന്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, എല്ലാവരും കണ്ടു നോക്കുക ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം. ഓക്കെ. സംവൺ റിപ്ലൈഡ് വിത്തിൻ എ ഫ്യൂ ഡേയ്സ്. അങ്ങനെ അദ്ദേഹം എല്ലായിടത്തും നോട്ടീസും കാര്യങ്ങളൊക്കെ പ്രസിദ്ധീകരിച്ചു. അങ്ങനെ ഒട്ടും വൈകാതെ തന്നെ ഒരു വ്യക്തി റിപ്ലൈ നൽകുകയാണ്, മറുപടി നൽകി. ഹി വാസ് ആസ്ക്ഡ് ടു ബ്രിങ് ഹിസ് ബേർഡ്സ് ആൻഡ് ഹി അറൈവ്ഡ് വിത്ത് ഓൾമോസ്റ്റ് 100 ട്രെയിൻഡ് റാവൻസ്. അങ്ങനെ ആ വ്യക്തിയോട് വരാൻ വേണ്ടിയിട്ട് പറഞ്ഞു. അങ്ങനെ ആ ഒരു വ്യക്തി ഏകദേശം 100 കണക്കിന് പരിശീലിപ്പിച്ച റാവൻസുമായിട്ട് ഇവരുടെ അടുത്തേക്ക് വരികയാണ്. അഡ്മിറ്റഡ്ലി ദെയർ ട്രെയിനിങ് ഹാഡ് നോട്ട് ഗോൺ വെരി ബാഡ്. അവൻ നല്ല രീതിയിൽ തന്നെ ഈ റാവൻസിനെ പരിശീലിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ദാറ്റ് ഈസ് ടു സേ they could not do anything that might be seen as extraordinary. But if as many as 50 ravens are told to perch quietly in a row on a specified spot, and if they obey this command instantly, isn't that pretty impressive? അപ്പോഴെന്താണ് ഈ ഒരു റാവൻസിനെ എന്തിനാണ് ഈ ഒരു സിനിമയിൽ ആവശ്യം എന്നുള്ളൊരു സംശയം നിങ്ങൾക്ക് ഉണ്ടാവുമല്ലേ മക്കളെ? അപ്പം അതാണ് അടുത്തത് പറയുന്നത്. ഈ റാവൻസ് ചെയ്യേണ്ടത് എന്താണ് ഈ ഒരു സിനിമയിൽ? ഏകദേശം 50 റാവൻസ് ആണ് കേട്ടോ, 20 അല്ല, ഏകദേശം 50 റാവൻസ് ഒരു മരക്കൊമ്പിൽ, ഒരു ചില്ലയിൽ, മരക്കൊമ്പിലല്ലെങ്കിൽ ഒരു ചില്ലയിൽ, ഒരു സ്ഥലത്ത് ഏകദേശം 50 റാവൻസ് അനങ്ങാതെ, ശബ്ദമുണ്ടാക്കാതെ, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയിട്ട് പോകാതെ, പറന്നു പോകാതെ, ഒരു സ്ഥലത്ത് അനങ്ങാതെ ഏകദേശം ഒരുമിച്ച് 50 റാവൻസ് നിൽക്കണമായിരുന്നു. അപ്പോൾ ഈ ഒരു കാര്യമാണ് ആദ്യം ഈ ഒരു റാവൻസിനോട് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞത്. അപ്പോൾ ഈ ഒരു കാര്യം ആ റാവൻസ് പരിശീലനം ലഭിച്ച വളരെ വൃത്തിയായിട്ട്, വളരെ വ്യക്തമായിട്ട്, കൃത്യമായിട്ട്, ഭംഗിയായിട്ട് അവരത് ചെയ്തു. അപ്പോൾ ഇത് കണ്ടപ്പോഴെന്താണ് എല്ലാവർക്കും അത്ഭുതം തോന്നി. Needless to say, in our own country, it is not at all easy to find trained animals, although some films have been made in Bombay and Madras that involved working with elephants, horses and tigers. അപ്പം അദ്ദേഹം പറയാണ്, നമ്മുടെ രാജ്യത്ത് തന്നെ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുവട്ടത്ത് തന്നെ ഒരുപാട് പരിശീലിപ്പിച്ച ആനിമൽസിനെ ആ ഒരു കാലത്ത് അദ്ദേഹം ഒരുപാട് എണ്ണത്തിനെ ഒന്നും കണ്ടിട്ടില്ലായിരുന്നു. എന്നിരുന്നാൽ കൂടിയും ഒരുപാട് സിനിമകൾ
ആനിമൽസിനെ വെച്ചിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നോ? മദ്രാസിലും ബോംബെയിലൊക്കെ ആയിട്ട് ഒരുപാട് സിനിമകൾ പരിശീലിപ്പിച്ച എലിഫാൻസിനെ വെച്ചിട്ട്, പരിശീലിപ്പിച്ച ഹോസസിനെ വെച്ചിട്ട്, കുതിരകളെ വെച്ചിട്ട്, ആനകളെ വെച്ചിട്ട്, കടുവകളെ വെച്ചിട്ടൊക്കെ സിനിമ ചെയ്തിട്ടുണ്ടായിരുന്നു. Their performance did suggest that they were used to obeying commands. In Bengal, it is sometimes possible to find clever dogs, particularly police dogs, which are quite intelligent. അങ്ങനെ ബംഗാളിൽ നമുക്ക് എങ്ങനെയുള്ള ഡോഗ്സിനെ കാണാൻ വേണ്ടി പറ്റുമായിരുന്നു? കുറച്ചും കൂടി ക്ലവർ ആയിട്ടുള്ള ഡോഗ്സിനെ കാണാൻ വേണ്ടി പറ്റുമായിരുന്നു. എസ്പെഷ്യലി ആരെ പറ്റിയിട്ടാണ് ഇവിടെ പറയുന്നത്? പോലീസ് ഡോഗ്സിനെ പറ്റിയിട്ട്. അവരുടെ ബുദ്ധി എന്ന് പറയുന്നത് അപാരം തന്നെയായിരുന്നു എന്നാണ് പറയുന്നത്. If one is prepared to be patient, it is not altogether impossible to get good performances out of them, as we managed to do with Bulo in Padar Panchali. അപ്പോൾ ഇവിടെ പറയുന്നത് അദ്ദേഹത്തിൻ്റെ സിനിമ തന്നെയാണ് പദർ പാഞ്ചാലി എന്ന് പറയുന്ന സിനിമ. മക്കളെ, നിങ്ങൾ പറ്റുമെങ്കിൽ കാണുക കേട്ടോ. പദർ പാഞ്ചാലി നല്ല സിനിമയാണ്. ആ ഒരു സിനിമയിൽ വരുന്ന ഒരു കഥാപാത്രമാണ് ബൂലോ എന്ന് പറയുന്ന ഡോഗ്, ബൂലോ എന്ന് പറയുന്ന നായ. അപ്പം ആ ബൂലോ എന്ന് പറയുന്ന നായയെ ആ ഒരു സിനിമയിൽ അഭിനയിപ്പിക്കുമ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലായത് ഈ പരിശീലിപ്പിച്ച റാവൻസിനെ പോലെ ഈ ഒരു ഡോഗ്സിനെ വെച്ചിട്ട് അങ്ങനെ ചെയ്യുക എന്നത് അല്പം പ്രയാസകരമാണെന്ന്. അതായത് ഏകദേശം 50 നായകളെ അല്ലെങ്കിൽ ഡോഗ്സിനെ ഒരുമിച്ച് നിർത്തിയിട്ട് അവരോട് അനങ്ങാതെ ഒരേപോലെ നിൽക്കാൻ പറയുന്നത് കുറച്ച് പ്രയാസമാണ് എന്നാണ് ഇവിടെ പറയുന്നത്. യെറ്റ് എ ഡോഗ് മൈറ്റ് ബി ഡിഫിക്കൾട്ട്, നോട്ട് ഇമ്പോസിബിൾ ടു ഹാൻഡിൽ. ഒരു പക്ഷേ ചിലപ്പോഴെന്താണ് ഡോഗ് എന്ന് പറയുന്നത് അല്പം പ്രയാസമായിരിക്കാം, പക്ഷെങ്കിൽ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ഡോഗ്സ് ചെയ്തുകൊണ്ടിരുന്നു. അവരെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ എളുപ്പമായിരുന്നു എന്നാണ് പറയുന്നത്. വാട്ട് വാസ് വൺ സപ്പോസ്ഡ് ടു ഡു ഇഫ് ദർ വാസ് നീഡ് ഫോർ എ ടൈഗർ ഇൻ എ ഫിലിം? അതൊക്കെ ശരിയാണ്, പക്ഷേ ഒരു വ്യക്തിയുടെ സിനിമയിൽ ഒരു കടുവേനെ ആവശ്യമായിട്ട് വന്നാൽ ആ വ്യക്തി എന്താണ് ചെയ്യുക? വി ഹാഡ് ടു ഡീൽ വിത്ത് ദിസ് പ്രോബ്ലം ടു. ഞങ്ങൾക്ക് ഈ ഒരു പ്രശ്നത്തെയും അഭിമുഖീകരിക്കേണ്ടതായിട്ടുണ്ട്. വെൻ വി വെർ ഷൂട്ടിംഗ് ഗോപി ഗൈൻ ബാഗാബൈൻ, ഞങ്ങൾ ഗോപി ഗൈൻ ബാഗാബൈൻ എന്ന് പറയുന്ന സിനിമ ഷൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു പ്രശ്നം കൂടി അഭിമുഖീകരിക്കേണ്ടതായിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഇൻ ദ ഫിലിം ഗോപി, ഹു ഈസ് ബാനിഷ്ഡ് ബൈ ദ കിങ്, വാണ്ടേഴ്സ് ഇൻ ദ ഫോറസ്റ്റ്, മീറ്റ്സ് ബാഗ, ഹു ഈസ് ഓൾസോ ബീൻ ബാനിഷ്ഡ്. അപ്പോൾ ഈ ഒരു സിനിമയിലുള്ള ഒരു കഥ എന്ന് പറയുന്നത് ഗോപി എന്ന് പറയുന്ന ഒരു കഥാപാത്രമുണ്ട്. ഈ ഗോപി എന്ന് പറയുന്ന കഥാപാത്രത്തെ, ആ ഒരു വ്യക്തിയെ രാജാവ് നാട് കടത്തിയതാണ്. ബാനിഷ്ഡ് എന്ന് പറഞ്ഞാൽ നാട് കടത്തുക. എവിടത്തേക്ക്? കാട്ടിലേക്ക്. അങ്ങനെ ആ ഒരു വ്യക്തി കാടിലൊക്കെ ഫോറസ്റ്റിലൊക്കെ എത്തിപ്പെട്ടിട്ട് അങ്ങനെ നിൽക്കുകയാണ്. ആ ഒരു സമയത്ത് ബാഗ എന്ന് പറയുന്ന മറ്റൊരു കഥാപാത്രത്തെ ആ ഒരു വ്യക്തി കാണുകയാണ്. എവിടെ നിന്ന്? ഈ ഒരു കാട്ടിൽ നിന്ന് അവർ കാണുകയാണ്, പരസ്പരം കണ്ടുമുട്ടുകയാണ്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ബാഗയെയും ഇതുപോലെ നാട് കടത്തപ്പെട്ടതാണ്. അങ്ങനെ നാട് കടത്തപ്പെട്ട 2 വ്യക്തികൾ എവിടെ കണ്ടുമുട്ടുകയാണ്? ഒരു ഫോറസ്റ്റിൽ, ഒരു കാട്ടിൽ കണ്ടുമുട്ടുകയാണ്. ദേ സീ എ ടൈഗർ ആൻഡ് ഫ്രീസ്. അവർ ആ ഒരു കാട്ടിൽ കടുവയെ കണ്ടിട്ട് പേടിച്ചു വിറക്കുന്നു. ബട്ട് ദ ടൈഗർ സിംപ്ലി വാക്സ് അബൌട്ട് ഇൻ ദ ഫോറസ്റ്റ് വിത്തൗട്ട് പേയിങ് ദം ദ സ്ലൈറ്റസ്റ്റ് അറ്റൻഷൻ. എന്നാൽ ആ ഒരു കടുവ ഇവരെ മൈൻഡ് പോലും ചെയ്യാതെ, നേരത്തെ ശ്രദ്ധ പോലും നൽകാതെ കടുവ നടന്നു പോകുന്നു. ഇതാണ് ആവശ്യമായിട്ടുള്ളത്. ഹാവിങ് തോട്ട് ഓഫ് ദ സീൻ, ഐ സിംപ്ലി ഹാഡ് ടു ഷൂട്ട് ഇറ്റ്. അപ്പോൾ ഈ ഒരു സീനിനെ പറ്റിയിട്ട് ഓർക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഷൂട്ട് ചെയ്യണം എന്നുള്ള കാര്യമാണ് വരുന്നത്. ബട്ട് വേർ വി ഗോയിങ് ടു ഫൈറ്റ് എ ടൈഗർ? പക്ഷെ നമ്മൾ എവിടെ നിന്നാണ് ഒരു കടുവയെ കിട്ടുക? എവിടെ നിന്നാണ് നമ്മൾ ഒരു കടുവയെ കണ്ടെത്തുക എന്നുള്ള കാര്യം വലിയൊരു പ്രശ്നമാണ്, അല്ലേ മക്കളെ? The obvious thing to do was to look in a circus since they were likely to have trained animals. വളരെ വ്യക്തമായിട്ടുള്ള, ഒബ്വിയസ് എന്ന് പറഞ്ഞാൽ വെരി ക്ലിയർ, വളരെ വ്യക്തമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് പരിശീലിപ്പിച്ച ആനിമൽസിനെ ചിലപ്പോഴെന്താണ് സർക്കസിൽ നിന്നൊക്കെ ലഭിക്കുമായിരിക്കാം. ആസ് എ മാറ്റർ ഓഫ് ഫാക്ട്, one called Bharat Circus was visiting Calcutta at the time, holding shows in Marcus Square. അങ്ങനെ ആ ഒരു സമയത്താണ് ഒരു വസ്തുത എന്ന നിലയിൽ, അല്ലെങ്കിൽ ഒരു ഭാഗ്യം എന്ന രീതിയിൽ ഭാരത് സർക്കസ് എവിടത്തേക്ക് വരുന്നുണ്ട് എന്ന് അറിഞ്ഞത്, കൽക്കട്ടയിലേക്ക് വരുന്നുണ്ട് എന്ന് ഇവരെ അറിയാൻ ഇടയായത്. അങ്ങനെ വി സെൻഡ് സംവൺ ടു മേക്ക് ആൻ അപ്പോയിൻമെൻറ്റ് വിത്ത് ഇറ്റ്സ് തമിഴ് മാനേജർ ആൻഡ് ദെൻ വെൻ ടു മീറ്റ് ഹിം വൺ മോർണിംഗ്. അങ്ങനെ ഭാരത് സർക്കസ് അവരുടെ ഷോ അവരുടെ പരിപാടി അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് കൽക്കട്ടയിലെ മാർക്കസ് സ്ക്വയറിൽ എത്തുന്നുണ്ട് എന്ന് അറിഞ്ഞിട്ട് ഈ നമ്മുടെ സത്യജിത് റായും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും
ആ ഒരു ഭാരത് സർക്കസിൻ്റെ തമിഴ് മാനേജറിനെ കാണാൻ വേണ്ടിയിട്ട് രാവിലെ തന്നെ പോവുകയാണ്. ഹി ഗ്രീറ്റഡ് അസ് വാംലി ആൻഡ് ഓർഡേർഡ് സൗത്ത് ഇന്ത്യൻ കോഫി ഫോർ അസ്. അങ്ങനെ എന്താണ് ആ മാനേജർ വളരെ നല്ല രീതിയിൽ തന്നെ ഇവരെ പരിപാലിക്കുകയാണ്, കോഫിയും കാര്യങ്ങളൊക്കെ അവർക്ക് നൽകുകയാണ്. ദ മാനേജർ ഹേർഡ് ദ റീസൺ ഫോർ അവർ വിസിറ്റ് ദെൻ സെൻഡ് ഫോർ വൺ മിസ്റ്റർ തൊറാട്ട്. അങ്ങനെ സത്യജിത് റായും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളൊക്കെ മാനേജറിനോട് അവരെന്തിനാണ് വന്നിട്ടുള്ളത്, അവരുടെ ആവശ്യം എന്താണ് എന്നുള്ള കാര്യം മാനേജറിനോട് പറഞ്ഞു കൊടുത്തു. അങ്ങനെ ഇതൊക്കെ കേട്ട മാനേജർ എന്ത് ചെയ്തു, തൊറാട്ട് എന്ന് പറയുന്ന വ്യക്തിയെ വിളിച്ചു. അപ്പം നമ്മളിവിടെ പറഞ്ഞു സത്യജിത് റായ് എന്ന് പറയുന്ന വ്യക്തി മാനേജറിനോട് എല്ലാ കാര്യങ്ങളും സംസാരിച്ചു എന്ന്, ഇവരെന്തിനാണ് വന്നിട്ടുള്ളത്, എന്തൊക്കെ കാര്യങ്ങളാണ് ഇവർക്ക് ആവശ്യമായിട്ടുള്ളത് എന്നുള്ള കാര്യം പറഞ്ഞു എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇവിടെ വരുന്ന ഒരു ചോദ്യമാണ് കോൺവെർസേഷൻ ബിറ്റ്വീൻ തമിഴ് മാനേജർ ആൻഡ് സത്യജിത് റായ്. ഏകദേശം 5 മാർക്കിനൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് കോൺവെർസേഷൻ ബിറ്റ്വീൻ തമിഴ് മാനേജർ ആൻഡ് സത്യജിത് റായ്. അതായത് സംഭാഷണം, അവർക്കിടയിലുള്ള ആ ഒരു സംഭാഷണം എഴുതാൻ വേണ്ടിയിട്ട്. അപ്പം ഇതിൻ്റെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു, ലിങ്ക് എന്ത് ചെയ്യാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഹി ടേൺഡ് ഔട്ട് ടു ബി, അപ്പം നമ്മളിവിടെ പറഞ്ഞു നിർത്തിയത് ദെൻ സെൻഡ് ഫോർ വൺ മിസ്റ്റർ തൊറാട്ട്. ഹി ടേൺഡ് ഔട്ട് ടു ബി ദ റിംഗ് മാസ്റ്റർ. അപ്പോൾ ആരെയും മിസ്റ്റർ തൊറാട്ട് എന്ന് പറഞ്ഞാൽ ഈ തൊറാട്ട് എന്ന് പറയുന്ന വ്യക്തി ആരാണ്, റിംഗ് മാസ്റ്റർ ആണ്. ഹി ടു വാസ് എ സൗത്ത് ഇന്ത്യൻ, വെരി വെൽ ബിൽഡ് വിത്ത് ഫീച്ചേഴ്സ് സംവാട്ട് ലൈക്ക് ദോസ് ഓഫ് എ നേപ്പാളി. അദ്ദേഹം സൗത്ത് ഇന്ത്യനാണ്, നല്ല ഒത്ത ശരീരമാണ്, അതോടൊപ്പം തന്നെ ഏകദേശം നേപ്പാളി ആ ഒരു സൈഡിൻ്റെ അങ്ങനെ ഒരു വ്യക്തിയാണെന്ന് തോന്നിക്കും, നേപ്പാളിയാണെന്ന് തോന്നിക്കും. ഹി വാസ് പെർഹാപ്സ് നോ മോർ ദാൻ 40. എന്ത് തന്നെയായാലും അദ്ദേഹത്തിന് 40 വയസ്സിൽ കൂടുതലില്ല. ഹി ഷോഡ് അസ് ആൻ ഓൾഡ് സ്കാർ ഓൺ ഹിസ് ഫോർ ആം വിച്ച് ഹാഡ് ബീൻ കോസ്ഡ് ബൈ എ ടൈഗർ. തൊറാട്ട് എന്ന് പറയുന്ന വ്യക്തിയെ പറ്റിയിട്ടുള്ള കുറച്ച് പ്രത്യേകതകളാണ് നിങ്ങളോട് പറഞ്ഞു തരുന്നത്. എന്തൊക്കെയാണത്, തൊറാട്ട് എന്ന് പറയുന്ന വ്യക്തിക്ക് 40-ൽ താഴെയാണ് പ്രായം വരുന്നത്. അതോടൊപ്പം തന്നെ പിന്നീട് പറയുന്നതാണ് ഹി ഷോഡ് അസ് ആൻ ഓൾഡ് സ്കാർ ഓൺ ഹിസ് ഫോർ ആം വിച്ച് ഹാഡ് ബീൻ കോസ്ഡ് ബൈ എ ടൈഗർ. സ്കാർ എന്ന് വെച്ചാൽ മുറിഞ്ഞ പാട്, ഫോറാം എന്ന് വെച്ചാൽ കൈത്തണ്ട, കൈമുട്ട് എന്നൊക്കെ പറയുന്നില്ലേ. അപ്പം അവിടെയായിട്ട് കൈത്തണ്ടയുടെ അവിടെയായിട്ട് ഒരു മുറിഞ്ഞ പാട് കാണിച്ചിട്ട് തൊറാട്ട് എന്ന് പറയുന്ന വ്യക്തി പറയുകയാണ്, ഇത് കടുവയാണ് വരുത്തിയത്, ഇത് കടുവ ഉണ്ടാക്കിയിട്ടുള്ള മുറിവാണ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. വി ടോൾഡ് ഹിം വാട്ട് വി വാണ്ടഡ്. അങ്ങനെ ഇവരെന്ത് ചെയ്തു, തൊറാട്ടിനോടും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു, എന്തിനാണ് നമ്മൾ വന്നിട്ടുള്ളത്, എന്താണ് നമുക്ക് ആവശ്യം എന്നുള്ള കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു കൊടുത്തു. അപ്പം മക്കളെ നിങ്ങൾ ഓർക്കേണ്ട കാര്യം, ഇവിടെയും കോൺവെർസേഷൻ ചോദിക്കാം അല്ലേ. ഇവർ പറഞ്ഞു എല്ലാ കാര്യങ്ങളും തൊറാട്ടിനോട് പറഞ്ഞു എന്ന്. സോ കോൺവെർസേഷൻ ബിറ്റ്വീൻ തൊറാട്ട് ആൻഡ് സത്യജിത് റായ് എന്ന് പറയുന്ന ചോദ്യം കൂടി നമ്മളിവിടെ പഠിക്കേണ്ടതായിട്ടുണ്ട്. ഏകദേശം 5 മാർക്കോളം വരുന്ന മറ്റൊരു സംഭാഷണം, തൊറാട്ടിനും സത്യജിത് റായ്ക്കും ഇടയിലുള്ള കോൺവെർസേഷൻ. ദ ഷൂട്ടിംഗ് വാസ് ടേക്കിംഗ് പ്ലേസ് നിയർ ഷ്യൂറി ഇൻ ബീർഭൂം. അങ്ങനെ ആ ഒരു കോൺവെർസേഷൻ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അടുത്തത് എന്താ പറയുന്നത്, ദ ഷൂട്ടിംഗ് വാസ് ടേക്കിംഗ് പ്ലേസ് നിയർ ഷ്യൂറി ഇൻ ബീർഭൂം. ഇവിടെ പറയുന്നത് ഷൂട്ടിംഗ് നടക്കുന്നത്, ആ ഒരു സിനിമയുടെ ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഷ്യൂറിക്കടുത്തുള്ള ബീർഭൂം എന്ന് പറയുന്ന സ്ഥലത്താണ്. വി വാണ്ടഡ് ടു ഷോ എ ടൈഗർ ഇൻ എ തിക് ബാംബു ഗ്രോവ്. അപ്പോൾ ഇവർക്ക് ടൈഗറിനെ കാണിക്കേണ്ടത് ഒരു മുളങ്കാടിലാണ്. ബാംബു ഗ്രോവ് എന്ന് പറഞ്ഞാൽ മുളങ്കാട്. ഓൾ ദ ആനിമൽ വാസ് റിക്വയർഡ് ടു ഡു വാസ് കം ഔട്ട് ഓഫ് ദ ബാംബു ഗ്രോവ് ഇൻ ടു ആൻ ഓപ്പൺ സ്പേസ്, പേസ് ജെന്റ്ലി ഫോർ എ വൈൽ, ലുക്ക് അറ്റ് ദ ക്യാമറ ഇഫ് പോസിബിൾ ആൻഡ് ദെൻ ഗോ ബാക്ക്. അപ്പോൾ എന്താ ഈ ആനിമൽ ചെയ്യേണ്ടത്, എന്താ ഈ കടുവയുടെ ആവശ്യമെന്ന് ഇവിടെ വളരെ വ്യക്തമായിട്ട് പറയുകയാണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെൻറ്റൻസ് ആണ്, കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ഓൾ ദ ആനിമൽ വാസ് റിക്വയർഡ് ടു ഡു വാസ് കം ഔട്ട് ഓഫ് ദ ബാംബു ഗ്രൂവ് ഇൻ ടു ആൻ ഓപ്പൺ സ്പേസ്. എന്താ മക്കൾ ഇവിടെ പറയുന്നത്, നമ്മൾ ഈ കടുവ ചെയ്യേണ്ടത് മുളങ്കാടിൻ്റെ ഉള്ളിൽ നിന്നായിട്ട് പുറത്തോട്ടേക്ക് ഒരു തുറന്ന സ്ഥലത്തേക്ക് കടുവ വരിക, എന്നിട്ടോ പേസ് ജെന്റ്ലി ഫോർ എ വൈൽ. പേസ് എന്ന് പറഞ്ഞാൽ നീങ്ങുക, പതിയെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ടൊന്ന് നീങ്ങുക. ലുക്ക് അറ്റ് ദ ക്യാമറ ഇഫ് പോസിബിൾ, പറ്റുമെങ്കിൽ ക്യാമറയെ ഒന്ന് നോക്കുക. ആൻഡ് ദെൻ ഗോ ബാക്ക്, എന്നിട്ട് മടങ്ങിപ്പോവുക. ഈ കാര്യമാണ് നമ്മുടെ കടുവ ചെയ്യേണ്ടത്. കുഡ് എ ടൈഗർ ഫ്രം ഭാരത് സർക്കസ് ഡു ദിസ് ജോബ്? ഭാരത് സർക്കസിൽ നിന്നുമുള്ള ഒരു കടുവ ഈ ഒരു കാര്യം ചെയ്യുമോ എന്ന് തൊറാട്ടിനോട് ചോദിക്കുകയാണ്. മിസ്റ്റർ തൊറാട്ട് നോഡഡ് എന്ന് വെച്ചാൽ തലയാട്ടുക, സമ്മതിക്കുക. അപ്പോഴെന്താണ്, തൊറാട്ട് സമ്മതിച്ചു, പറ്റും. ഹൗ ലോങ് വിൽ യു നീഡ് ഇറ്റ് ഫോർ ആസ്ക്ഡ് ദ മാനേജർ. അങ്ങനെ മാനേജർ ചോദിച്ചു, എത്ര നാളത്തേക്കാണ് അല്ലെ എത്ര സമയത്തേക്കാണ് നിങ്ങൾക്ക് ഈ ഒരു കടുവേനെ ആവശ്യമായിട്ട് വരിക?
പെർഹാപ്സ് എ കപ്പിൾ ഓഫ് ഹവേഴ്സ് ഫോർ ദ ഷൂട്ടിംഗ്, ഐ റിപ്ലൈഡ്. അങ്ങനെ സത്യജിത് റായ് പറഞ്ഞു, ഏകദേശം ഷൂട്ടിങ്ങിന് വേണ്ടുന്നത് 2 മണിക്കൂറാണ്. ബട്ട് ദാറ്റ് വുഡ് ബി ഇൻ എഡീഷൻ ടു ദ ടൈം ഇറ്റ് വിൽ ടേക്ക് ടു ട്രാവൽ ടു ആൻഡ് ഫ്രം ഷിയൂറി. എന്നാൽ എന്താണ്, ഷിയൂറിയിലേക്കും ഷിയൂറിയിൽ നിന്നും യാത്രാ സമയം നമ്മൾ കണക്കൂട്ടേണ്ടി വരും അല്ലേ. കാരണം എന്താണ്, 2 മണിക്കൂർ ഈ ഒരു ഷൂട്ടിങ്ങിന് ആവശ്യമായിട്ടുള്ളൂ. പക്ഷേ ഈ ഒരു കടുവേനെ ഷിയൂറിയിൽ എത്തിക്കണം, അവിടെ നിന്ന് വീണ്ടും ഇവിടത്തേക്ക് കൊണ്ടുവരണം. അങ്ങനെയുള്ള യാത്രാ സമയം കൂടി നമ്മൾ പരിഗണിക്കേണ്ടതായിട്ട് വരും. ഓൺ ബീങ് ടോൾഡ് ദാറ്റ് ദ ട്രാവൽ ഇറ്റ്സെൽഫ് ഷുഡ് ടേക്ക് നോ മോർ ദാൻ 2 days, ദ മാനേജർ എഗ്രീഡ് ടു പുട്ട് ദ ടൈഗർ ഇൻ ഇറ്റ്സ് കേജ് ആൻഡ് സെൻഡ് ഇറ്റ് ഇൻ എ ലോറി. എന്ത് തന്നെയായാലും അങ്ങനെ അവസാനം യാത്രാ സമയം എല്ലാം കൂട്ടിയിട്ടും 2 ദിവസത്തിലധികം വേണ്ടി വരില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ മാനേജർ എന്ത് ചെയ്തെന്നറിയോ, മാനേജർ സമ്മതിച്ചു. നമ്മൾ കടുവയെ നിങ്ങൾക്ക് നൽകാം, നമ്മൾ എന്ത് ചെയ്യാം, ഒരു കൂട്ടിലിട്ടിട്ട്, കേജ് എന്ന് പറഞ്ഞാൽ കൂട്ടിലിട്ടിട്ട് ഒരു ലോറിയിൽ നമ്മൾ കടുവയെ അങ്ങ് അയച്ചേക്കാം എന്ന് പറഞ്ഞു. ഹി ഇൻവൈറ്റഡ് അസ് ടു ടേക്ക് എ ലുക്ക് അറ്റ് ദ ടൈഗർ. അങ്ങനെ ആ ഒരു കടുവനെ കാണാൻ വേണ്ടിയിട്ട് ഇവരെ ക്ഷണിക്കുകയാണ്. ഡു യു തിങ്ക് ഇറ്റ്സ് ഗോയിങ് ടു ബി ഈസി ടു സെറ്റ് ദ ആനിമൽ ഫ്രീ ഇൻ ദ ബാംബൂ ഗ്രോ? ഐ കുഡിൻ ഹെൽപ്പ് ആസ്കിങ്. അങ്ങനെ എന്താണ് സത്യജിത് റായ് ചോദിക്കുകയാണ്, നിങ്ങൾ കരുതുന്നുണ്ടോ ഈ ആനിമലിനെ, ഈ കടുവയെ സ്വതന്ത്രനായിട്ട് ഒറ്റയ്ക്ക് ഒരു മുളം കാട്ടിൽ തുറന്നു വിടാൻ വേണ്ടിയിട്ട് പറ്റുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. മിസ്റ്റർ തൊറാട്ട് ഫ്രോണ്ട് എന്ന് പറഞ്ഞാൽ നെറ്റി ചുളിക്കുക. അപ്പോൾ തൊറാട്ടിന് എന്താണ്, തൊറാട്ടൊന്ന് നെറ്റിയൊക്കെ ചുളിച്ചിട്ട് പറയാണ്, ഐ ആം നോട്ട് ഷുവർ, എനിക്ക് യാതൊരു ഉറപ്പുമില്ല. അപ്പോഴെന്താ സത്യജിത് റായ് ചോദിച്ചത്, അദ്ദേഹം ചോദിച്ചു, നിങ്ങൾ കരുതുന്നുണ്ടോ ഈ ഒരു കടുവയെ ഒറ്റയ്ക്ക് ആ ഒരു മുളം കാട്ടിലെ ഈ ഷോർട്സും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഒറ്റയ്ക്ക് വിടാൻ വേണ്ടി പറ്റുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ തൊറാട്ട് പറയാണ്, എനിക്ക് യാതൊരു ഉറപ്പുമില്ല. ഐ ഹാവ് നെവർ ലെറ്റ് ഹിം ഔട്ട് ഓഫ് ഹിസ് കേജ് ഓൺ ഹിസ് ഓൺ, സോ റിയലി ഐ ഡോണ്ട് നോ. ഞാൻ അവനെ ഒരിക്കലും ഇതുവരെയായിട്ട് കൂടിന് പുറത്ത് ഒറ്റയ്ക്ക് വിട്ടിട്ടില്ല. ഞാൻ എപ്പോഴും അവൻ്റെ കൂടെ ഉണ്ടാകുമായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് അറിയില്ല ഒറ്റയ്ക്ക് അതിനെ വിടാൻ വേണ്ടി പറ്റുമോ എന്നുള്ള കാര്യം. വാട്ട് വെയർ ഓൾ അവർ പ്ലാൻസ് ഗോയിങ് ടു ഗോ ഡൗൺ ദ ഡ്രീം. അപ്പം അദ്ദേഹം എന്താണ് പറയാണ്, ഞങ്ങളുടെ എല്ലാ സ്വപ്നങ്ങളും, ഞങ്ങളുടെ എല്ലാ പ്ലാനിങ്ങുകളും, നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് സീൻസും കാര്യങ്ങളൊക്കെ ഈ ഒരു കടുവയെ വെച്ചിട്ട് എടുക്കാമെന്ന് ചിന്തിച്ചിരുന്നോ, അതൊക്കെ എന്താണ് ചോർന്നൊലിച്ചു പോവുകയാണോ എന്നാണ് ഇവിടെ ചോദിക്കുന്നത്. കാരണം എന്താണ്, കടുവയെ ഒറ്റയ്ക്ക് വിടാൻ വേണ്ടി പറ്റില്ല പോലും. അപ്പം പിന്നെ എങ്ങനെയാണ് ഈ കാര്യങ്ങളൊക്കെ, ഈ ഷോർട്സും കാര്യങ്ങളൊക്കെ, സീൻസും കാര്യങ്ങളൊക്കെ എടുക്കുക, എങ്ങനെയാണ് ഇതൊക്കെ ഷൂട്ട് ചെയ്യാം എന്നുള്ള വലിയൊരു പ്രശ്നം അവിടെ വരികയാണ് അല്ലേ. ഹൗ കുഡ് വി ലെറ്റ് ദ ടൈഗേഴ്സ് ട്രെയിനർ ബി സീൻ വിത്ത് ദ ആനിമൽ. എങ്ങനെയാണ് ഒരു ആനിമലിൻ്റെ കൂടെ ഇവർ പറഞ്ഞത് എന്താണ്, ആ ഒരു കാട്ടിൽ നമ്മളെ ഗോപിയും ഭാഗ്യയും എന്താണ് അറിയാതെ പെട്ടെന്ന് ഈ ഒരു കടുവേനെ കണ്ട് പേടിക്കുന്ന സീനാണ് വേണ്ടുന്നത്. പിന്നെ കടുവേൻ്റെ കുറച്ച് സീൻസും കാര്യങ്ങളൊക്കെ വേണം അല്ലേ. അപ്പം ഈ ഒരു കാര്യം ചെയ്യുമ്പോഴൊക്കെ ഒരു വ്യക്തി, ഒരു പരിശീലിപ്പിക്കുന്ന ആൾ അടുത്ത് നിൽക്കുമ്പോൾ അതിനൊരു ലോജിക് ഉണ്ടോ മക്കളെ? ഇല്ല അല്ലേ. ഹൗ കുഡ് ഗോപി ആൻഡ് ബാഗ ബി പെട്രിഫൈഡ് വിത്ത് ഫിയർ ഇഫ് ദ സപ്പോസഡ്ലി ഫെറോഷ്യസ് ആനിമൽ വാസ് അക്കമ്പനീഡ് ബൈ എ മാൻ. അപ്പം ഒരു വളരെ അതിഭീകരമായിട്ടുള്ള ഒരു മൃഗം എന്നൊക്കെ നമ്മൾ കരുതുന്ന ആ ഒരു ടൈഗറിൻ്റെ, ആ ഒരു കടുവയുടെ ഒപ്പം ഒരു പരിശീലിപ്പിക്കുന്ന ഒരു വ്യക്തി കൂടി ഒപ്പരം നിന്നിട്ട് അത് കണ്ടിട്ട് എങ്ങനെയാണ് ഗോപിയും ഭാഗയും പേടിക്കുക എന്നാണ് ഇവിടെ ചോദിക്കുന്നത്. പെട്രിഫൈഡ് എന്ന് പറഞ്ഞാൽ പേടിപ്പെടുന്നത് അല്ലെങ്കിൽ പേടിക്കുക എന്ന് ആണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നോ വി കുഡ് നോട്ട് അലോ ദാറ്റ് ടു ഹാപ്പൻ. ഇല്ല, ഞങ്ങൾക്കതൊരിക്കലും എന്താണ് സമ്മതിക്കാൻ വേണ്ടി പറ്റില്ല. നമുക്ക് എന്ത് ചെയ്യണം, കടുവയെ ഒറ്റയ്ക്ക് തന്നെ വിടണം. മിസ്റ്റർ തൊറാട്ട് ഫൗണ്ട് എ സൊല്യൂഷൻ. അപ്പം പിന്നെ എന്താണ്, തൊറാട്ട് ഒരു സൊല്യൂഷൻ, ഒരു പോം വഴി അങ്ങ് കണ്ടെത്തി. എന്താ പോം വഴി? ഐ വിൽ ടൈ എ വയർ റൗണ്ട് ദി ടൈഗേഴ്സ് നെക്ക്, ഇറ്റ് വിൽ ബി തിൻ ബട്ട് സ്ട്രോങ്. അപ്പം തൊറാട്ട് കണ്ടെത്തിയ ഒരു എന്താണ് സൊല്യൂഷൻ, ഒരു പോം വഴി എന്ന് പറയുന്നത്, അദ്ദേഹം പറയാണ്, നമുക്ക് ഈ കടുവയുടെ കഴുത്തിലായിട്ട് ഒരു നേർത്ത വളരെ ശക്തമായിട്ടുള്ള ഒരു വയർ അങ്ങ് കെട്ടിയിടാം. ഇഫ് ദ വയർ വാസ് തിൻ ഇനഫ്, വയർ നല്ല നേർത്തതാണ്, പെർഹാപ്സ് ഇറ്റ് വുഡ് റിമെയിൻ ഇൻവിസിബിൾ ടു ദ ക്യാമറ. ആ ഒരു വയർ വളരെ നേർത്തതായതുകൊണ്ട് തന്നെ ക്യാമറയിൽ എന്താണ് ആ ഒരു വയർ കാണുകയില്ല. ബട്ട് ഇറ്റ് വാസ് ലൈക്ലി ദാറ്റ് ദ ഹെയർ ഓൺ ദ ടൈഗേഴ്സ് നെക്ക് വുഡ് ബി ഫ്ലാറ്റൻഡ് ബൈ ദ വയർ വിച്ച് വുഡ് ഗിവ് ദ വോൾ തിങ് എവേ. പക്ഷെ അവിടെ വരുന്ന മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത്,
ഇവർ ഈ ഒരു കടുവയുടെ കഴുത്തിൽ കയറിട്ട് കെട്ടിയാൽ തന്നെ കടുവയ്ക്ക് ഒരുപാട് രോമങ്ങളില്ലേ മക്കളെ? ആ രോമങ്ങളൊക്കെ എന്താണ്, കഴുത്തിലെ രോമങ്ങളൊക്കെ ഇങ്ങനെ വേറിട്ട് നിൽക്കില്ലേ അല്ലേ മക്കളെ? ഒരുപാട് രോമങ്ങൾ ഇങ്ങനെ പാറിപ്പറക്കുന്ന രോമങ്ങളൊക്കെയുള്ള ആ ഒരു ടൈഗറിൻ്റെ കഴുത്തിലായിട്ട് ഒരു കയറിട്ട് കെട്ടിയാൽ അവിടെ ആ ഒരു ഹെയർ വ്യത്യാസം വരില്ലേ? അപ്പോൾ എന്താണ്, അത് നടക്കില്ല എന്നുള്ള രീതിയിലാണ് വരുന്നത്. വാട്ട് ഇഫ് വി ഫൗണ്ട് എ കോളർ മെയ്ഡ് ഓഫ് ടൈഗർ സ്കിൻ, ഫിക്സ്ഡ് ദ വയർ ടു ദിസ് കോളർ ആൻഡ് ദെൻ ടൈഡ് ഇറ്റ് റൗണ്ട് ദ ടൈഗേഴ്സ് നെക്ക്, ഐ സെഡ്. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന സമയത്താണ് നമ്മളെ സത്യജിത്ത് റായ് അദ്ദേഹം മറ്റൊരു മാർഗം പറയുന്നത്. എന്ത് ചെയ്യാം, നമുക്ക് കയറിട്ടിട്ട് തന്നെ ഈ ഒരു ടൈഗറിൻ്റെ കഴുത്തിൽ കയറും കാര്യങ്ങളൊക്കെ നമുക്ക് കൊടുക്കാം. ആ ഒരു രോമം എന്താണ്, അവിടെ വ്യത്യസ്തകരമായിട്ട് ആ ഒരു രോമത്തിന് വ്യത്യാസം വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ, നമുക്ക് ആ ഒരു ടൈഗറിൻ്റെ കഴുത്തിൻ്റെ അവിടെയായിട്ട് ഒരു കോളർ അങ്ങ് പിടിപ്പിക്കാം. എങ്ങനെയുള്ള കോളർ? ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ ടൈഗറിൻ്റെ രോമമാണെന്ന് തോന്നിക്കുന്ന, ഹെയർ ആണെന്ന് തോന്നിക്കുന്ന, സ്കിന്നാണെന്ന് തോന്നിക്കുന്ന തരത്തിലുള്ള ഒരു കോളർ നമുക്ക് ഘടിപ്പിക്കാം എന്ന് പറയാണ്. അപ്പം പിന്നെ പ്രശ്നമില്ല അല്ലേ, നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ടൈഗറിനെ കൺട്രോൾ ചെയ്യാനും പറ്റും, അതോടൊപ്പം തന്നെ ആ ഒരു വ്യത്യാസമൊന്നും മനസ്സിലാകുകയില്ല. ഇൻ എ വില്ലേജ് കോൾഡ് നോട്ടൺ ഗ്രാം വി ഫൗണ്ട് എ സ്യൂട്ടബിൾ ബാംബൂ ഗ്രൂവ് ടു ഫിലിം ദ ഫസ്റ്റ് മീറ്റിംഗ് ബിറ്റ്വീൻ ഗോപി ആൻഡ് ബാഗ ആൻഡ് ദ അപ്പിയറൻസ് ഓഫ് ദ ടൈഗർ. അപ്പോഴെന്താ അടുത്ത് നടക്കുന്നത്, ഈ ടൈഗറിൻ്റെ ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അവരൊരു വില്ലേജ്, ഒരു ഗ്രാമം കണ്ടെത്തി. നോട്ടൺ ഗ്രാം എന്നാണ് അതിൻ്റെ പേര്. ആ ഒരു വില്ലേജിൻ്റെ പേരാണ് നോട്ടൺ ഗ്രാം. അവിടെ എന്താണ്, അനുയോജ്യമായിട്ടുള്ള ഒരു മുളങ്കാടൊക്കെ അവർ കണ്ടെത്തിയിട്ട് അവിടെ വെച്ചിട്ട് ഷൂട്ടും കാര്യങ്ങളൊക്കെ, ഷോട്ടും കാര്യങ്ങളൊക്കെ എടുക്കാമെന്നുള്ള ധാരണയിൽ അവരെത്തി. മിസ്റ്റർ തൊറാട്ട് റീച്ച്ഡ് ദ ഷൂട്ടിംഗ് ലൊക്കേഷൻ വിത്ത് ദ ടൈഗർ. അങ്ങനെ തൊറാട്ട് എന്താണ്, ഈ ഒരു കടുവയുമായിട്ട് ആ ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് എത്തുകയാണ്. ദർ വെർ എബൌട്ട് 25 പീപ്പിൾ ഇൻ ദ ലൊക്കേഷൻ. ഏകദേശം 25 ആൾക്കാർ എന്താണ് ആ ഒരു ലൊക്കേഷനിലുണ്ട്. എ ഫ്യൂ ലോക്കൽ പീപ്പിൾ ടുക്ക് അവർ പെർമിഷൻ ടു ഗോ വിത്ത് അസ് ടു വാച്ച് ഹൗ വി ടാക്കിൾ ദ ടൈഗർ. അങ്ങനെ എന്താണ്, കുറച്ച് അവിടെ താമസിക്കുന്ന, ആ വില്ലേജിൽ താമസിക്കുന്ന, ആ ഗ്രാമത്തിൽ താമസിക്കുന്ന മറ്റ് കുറച്ച് ആൾക്കാർ കൂടി ഇവരുടെ അനുവാദം ചോദിച്ചിട്ട്, പെർമിഷൻ എന്ന് വെച്ചാൽ അനുവാദം ചോദിച്ചിട്ട് ഈ ഒരു ഷൂട്ടിംഗ് കാണാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അവർക്ക് അറിയണമായിരുന്നു എങ്ങനെയാണ് ഈ കടുവയെ ഇവർ കൈകാര്യം ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ. ടാക്കിൾഡ് എന്ന് വെച്ചാൽ കൈകാര്യം ചെയ്യുക എന്നുള്ള അർത്ഥമാണ് വരുന്നത്. The cage on the lorry was covered. When the cover was removed, we were surprised to see not one but two well-fed and robust tigers. അങ്ങനെ എന്താണ്, ലോറിയിലാണ് ഈ ഒരു കടുവ എത്തിയത്. ലോറിയിൽ ഈ കടുവേനെ കൂട്ടിലൊക്കെ ആക്കിയിട്ട് ഒരു തുണി കൊണ്ട് മറച്ചിട്ടായിരുന്നു, കവർ ചെയ്തിട്ടായിരുന്നു ഈ ഒരു കടുവ അവിടെ എത്തിയത്. അങ്ങനെ ആ ഒരു കവറ് മാറ്റിയപ്പോഴാണ് ഇവർക്ക് അത്ഭുതം തോന്നിയത്. കാരണം എന്താണ്, ആ ഒരു കൂട്ടിനുള്ളിൽ ഒരു കടുവയല്ല, പകരം 2 കടുവകളാണ് കൊണ്ടുവന്നിരിക്കുന്നത്. എങ്ങനെയുള്ള കടുവകൾ? വളരെ പൂർണ്ണ ആരോഗ്യവാനായിട്ടുള്ള, എന്താണ്, വളരെ ശക്തരായിട്ടുള്ള 2 കടുവകൾ. I decided to play it safe, Mr. Thorat explained. If one doesn't get it right, we can use the other. അങ്ങനെ എന്തുകൊണ്ടാണ് ഇങ്ങനെ 2 എണ്ണത്തിനെ കൊണ്ടുവന്നത് എന്ന് ചോദിച്ചപ്പോഴാണ് തൊറാട്ട് മറുപടി നൽകിയത്. എന്താ അത്? ഞാൻ എന്താണ്, ഒരു ടൈഗർ കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്തില്ല എങ്കിൽ നമുക്ക് മറ്റതിനെ ഉപയോഗിക്കാമല്ലോ എന്നുള്ള രീതിയിലാണ് അദ്ദേഹം 2 എണ്ണത്തിനെ കൊണ്ടുവന്നത്. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി, ഇവിടെ എന്ത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്, നമുക്ക് അദ്ദേഹത്തിന് ഈ ഒരു കാര്യത്തോടുള്ള ആത്മാർത്ഥത നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും അല്ലേ മക്കളെ? We mounted the camera on its tripod and placed it so that it faced the bamboo grove. അങ്ങനെ എന്താണ്, ക്യാമറ ട്രൈപോഡിലും കാര്യങ്ങളിലൊക്കെ വെച്ചിട്ട് കൃത്യമായിട്ട് എന്താണ് പൊസിഷനും കാര്യങ്ങളൊക്കെ ആക്കി എല്ലാം റെഡിയാക്കി വെക്കുകയാണ്. The audience was instructed to get behind the camera and to stand as far as back as possible. അപ്പോൾ എന്താണ്, എല്ലാവരും ക്യാമറയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ റെഡിയാക്കി വെക്കുകയാണ്. പിന്നീട് എന്താണ്, ഇങ്ങനെ ഈ ഒരു ഷൂട്ടിംഗ് കാണാൻ വന്നിട്ടുള്ള എല്ലാവരോടും പരമാവധി പുറകിലോട്ടേക്കായിട്ട് നിൽക്കാൻ വേണ്ടി പറഞ്ഞു. വി ഹാഡ് ടു സ്റ്റേ റിലേറ്റീവ്ലി ക്ലോസ് ടു ദ ബാംബൂ ഗ്രോവ് ആൻഡ് ഗോപി ആൻഡ് ബാഗ ടു ഹാഡ് ടു ബി വിത്തിൻ ദ യാർഡ്സ് ഓഫ് ദ ക്യാമറ. For it was necessary to have at least one shot that showed them together with the tiger. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത് മക്കളെ? വി ഹാഡ് ടു സ്റ്റേ റിലേറ്റീവ്ലി ക്ലോസ് ടു ദ ബാംബൂ ഗ്രോവ്. അപ്പോൾ ഇവർ പറയുന്നത് എല്ലാവരോടും, ഇങ്ങനെ ഷൂട്ടിംഗ് കാണാൻ വന്നിട്ടുള്ള എല്ലാവരോടും പുറകിലോട്ടേക്കായിട്ട് നിൽക്കാൻ വേണ്ടി പറഞ്ഞു. എന്നിട്ടോ ഗോപി, ബാഗ, അതേപോലെ തന്നെ നമ്മളെ സത്യജിത് റായ്, അങ്ങനെ ക്യാമറമാൻ, ഇവരൊക്കെ എന്താണ് ഈ ഒരു മുളങ്കാടിനോട് അടുത്ത് തന്നെ നിൽക്കുകയാണ്. മിസ്റ്റർ തൊറാട്ട്സ് men had
fixed a 5-foot iron rod to the ground about 30 feet from the area where the tiger was supposed to take a walk. അങ്ങനെ എന്താണ്, തൊറാട്ടിൻ്റെ സുഹൃത്തായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു വ്യക്തി, അദ്ദേഹത്തിൻ്റെ കൂടെ വന്നിട്ടുള്ള മറ്റൊരു വ്യക്തി എന്ത് ചെയ്തു എന്നറിയോ? ഏകദേശം 5 അടി നീളമുള്ള ഒരു റോഡ്, ഇരുമ്പിൻ്റെ ഒരു ദണ്ട്, ഒരു വടി, നല്ല ശക്തമായിട്ടുള്ള വടിയാണ്, വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു കമ്പ് എന്ന് പറയാൻ വേണ്ടി പറ്റില്ല, ഒരു ഫൂട്ട്, ഒരു എന്താണ് നമ്മൾ പറയില്ലേ പാര എന്നൊക്കെ പറയുന്ന സംഭവമില്ലേ, അതുപോലെ തന്നെ 5 അടി നീളമുള്ള അതിശക്തമായിട്ടുള്ള ഒരു കമ്പി നിലത്തടിച്ച് ഇട്ടു. എന്നിട്ടോ about 30 feet from the area where the tiger was supposed to take a walk. എവിടെയാണോ ഈ ഒരു കടുവ നിൽക്കേണ്ടത്, ആ കടുവ നിൽക്കുന്നതിൻ്റെ 30 അടി നീളത്തിൽ അല്ലെങ്കിൽ 30 അടി വ്യത്യാസത്തിൽ ദൂരെയായിട്ട്, അകലെയായിട്ട് 5 അടി നീളമുള്ള ഒരു തണ്ട് അല്ലെങ്കിൽ ഒരു റോഡ് അവിടെ അടിച്ചു വച്ചിരിക്കുകയാണ് നിലത്ത്. They took a thin long wire and fixed one end to the collar made of tiger skin that the tiger was already wearing. അങ്ങനെ എന്താണ് നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒന്നുമില്ല മക്കളെ, കൃത്യമായിട്ട് പറഞ്ഞു തരാം. അതായത് 5 അടി നീളമുള്ള ഒരു ഇരുമ്പ് തണ്ട് നിലത്തായിട്ട് അടിച്ചു വെച്ചു. എന്നിട്ടോ ആ ഇരുമ്പ് തണ്ടിൽ ഇവരെന്ത്, നമ്മൾ ആദ്യമേ പറഞ്ഞിട്ടില്ലായിരുന്നോ നമ്മൾ ഈ ഒരു കടുവയുടെ കഴുത്തിലായിട്ട് ഒരു നേർത്ത വയറ് കെട്ടിയിടാമെന്ന്. ആ വയറിൻ്റെ ഒരറ്റം ഈ എന്താണ് ഇരുമ്പ് തണ്ടുമായിട്ട് കണക്ട് ചെയ്തു, മറ്റൊരറ്റം എന്താണ് ഈ ഒരു കടുവയുടെ കഴുത്തിലായിട്ട് ഇട്ട് കൊടുത്തു. അത്രയേ ഉള്ളൂ. ഓക്കെ. The other end was tied firmly to the visible portion of the iron rod. പറഞ്ഞു നമ്മൾ. The door of one of the cages was unfastened and Mr. Thorat called out to the tiger. അങ്ങനെ അൺഫാസ്റ്റൻഡ് എന്ന് വെച്ചാൽ അൺലോക്ക്ഡ്. അങ്ങനെ ആ ഒരു കൂട് തുറന്നു. ആ ഒരു കൂട് തുറന്നിട്ട് തൊറാട്ട് എന്ത് ചെയ്യാണ്, ഒരു കടുവേനെ പുറത്തോട്ടേക്കായിട്ട് വിളിക്കുകയാണ്. ആ വാ കുട്ടാന്നൊക്കെ പറഞ്ഞിട്ട് പുറത്തോട്ടായിട്ട് ഒരു കടുവേനെ അങ്ങ് വിളിക്കുകയാണ്. ഇറ്റ് റെസ്പോണ്ടഡ് almost at once and sprang out of its cage to land on the open space outside. അപ്പം എന്താ അടുത്ത് നടക്കുന്നത് മക്കളെ? പറയുമ്പോൾ എനിക്ക് തന്നെ പേടിയാവാണ്. അടുത്ത എന്താ നടന്നത്? തൊറാട്ട് വിളിച്ചു, ഒരു കടുവേനെ അങ്ങ് വിളിച്ചു. ആ ഒരു കടുവ ആദ്യമൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കേട്ടോ, ഈ ഒരു തൊറാട്ടിനെ ആദ്യമൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു. പിന്നീട് കടുവ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ആ ഒരു തുറന്ന കൂടിൻ്റെ അടുത്തേക്കായിട്ട് വന്നിട്ട് ഒറ്റ ചാട്ടമാണ് പുറത്തോട്ടേക്കായിട്ട്. അങ്ങനെ എല്ലാവരെയും ഭയപ്പെടുത്തിയത്. ഇറ്റ് റെസ്പോണ്ടഡ് ഓൾമോസ്റ്റ് അറ്റ് വൺസ് ആൻഡ് സ്പ്രാങ് ഔട്ട് ഓഫ് ഇറ്റ്സ് കേജ് ടു ലാൻഡ് ഓൺ ദ ഓപ്പൺ സ്പേസ് ഔട്ട്സൈഡ്. വാട്ട് ഫോളോഡ് വാസ് ടോട്ടലി അൺഎക്സ്പെക്റ്റഡ്. അപ്പം എന്തൊക്കെയാണോ പിന്നീട് നടന്നത് അതൊക്കെ ഒട്ടും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളായിരുന്നു. വൺ ലുക്ക് അറ്റ് മിസ്റ്റർ തൊറാട്ട്സ് സ്റ്റാർട്ടിൽഡ് ആൻഡ് ഹെൽപ്ലെസ് ഫേസ് ടോൾഡ് അസ് ദാറ്റ് ഹി വാസ് ആസ് ടേക്കൺ എബാക്ക് ആസ് ദ റെസ്റ്റ് ഓഫ് അസ്. അപ്പോൾ അടുത്ത എന്താ പറയുന്നത്? എല്ലാം കൂടി ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ് മക്കളെ? നിങ്ങൾ അധികമായിട്ട് ഇങ്ങനെ ചിന്തിച്ച് പേടിക്കൊന്നും വേണ്ട. ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? ആ ഒരു കൂടും കാര്യങ്ങളൊക്കെ തുറന്നിട്ട് തൊറാട്ട് ആ ഒരു കടുവേനെ വിളിച്ചു. ആദ്യമൊക്കെ അതൊന്ന് വിളി കേട്ടു, പിന്നീട് അതെന്ത് ചെയ്തു, ആ ഒരു തുറന്ന കൂടിൻ്റെ പുറത്തേക്കായിട്ട് തുറന്ന സ്ഥലത്തേക്ക് ഒറ്റ ചാട്ടമാണ്, എന്നിട്ട് എല്ലാവരെയും പേടിപ്പിച്ചു. അങ്ങനെ ഈ കാര്യങ്ങളൊക്കെ പിന്നീട് നടന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒട്ടും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ് പിന്നീട് നടന്നത്. അങ്ങനെ തൊറാട്ട് എന്താണ് വളരെയധികം പ്രയാസത്തോട് കൂടിയിട്ട് ഈ കടുവനെ എങ്ങനെയൊക്കെയോ നിയന്ത്രിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. എന്നാൽ അതൊന്നും എന്താണ് ബലം കാണുന്നില്ല. Okay, instead of walking sedately in a dignified manner, the tiger started prancing around with tremendous enthusiasm. എന്തെന്നില്ലാത്തൊരു ആവേശം എന്ന രീതിയിൽ, എന്തോസിയാസം എന്ന് പറഞ്ഞാൽ ആവേശം, പ്രാൻസിങ് എന്ന് വെച്ചാൽ മൂവിങ് വിത്ത് ഹൈ സ്റ്റെപ്സ്, അതായത് ഇങ്ങനെ തുള്ളി തുള്ളി പോവുകയാണ് കടുവ. എന്തെന്നില്ലാത്തൊരു ആവേശത്തോടു കൂടിയിട്ട് ഇങ്ങനെ പുറത്തെത്തി നല്ല സന്തോഷത്തോടു കൂടിയിട്ട് തുള്ളി തുള്ളി അങ്ങ് പുറത്തോട്ടേക്ക് എന്തൊക്കെയോ ആയിട്ട് കാണിക്കുകയാണ്. ആര്? നമ്മുടെ കടുവ. ഇറ്റ് ലെഫ്റ്റ്, അത് കിടന്നു. ഇറ്റ് ജംപ്ഡ്, അത് തുള്ളി. ഇറ്റ് റോൾഡ്, ഉരുണ്ടു മറിഞ്ഞു. എബൌട്ട് ഡ്രാഗിങ് ഇറ്റ്സ് പുവർ ട്രെയിനർ ഹു വാസ് ഡെസ്പറേറ്റ്ലി ക്ലച്ചിങ് ദ വയർ ടൈഡ് ടു ദ ടൈഗേഴ്സ് കോളർ ഇൻ എ ഫെർട്ടൈൽ അറ്റംപ്റ്റ് ടു ബ്രിങ് ഇറ്റ് അണ്ടർ കൺട്രോൾ. അപ്പം എന്താ നടക്കുന്നത്? പിന്നീട് നടന്നതൊക്കെ എന്താണ്? ഒരു സർക്കസ് എന്ന രീതിയിലാണ്. കടുവ എന്താണ് തുള്ളിച്ചാടുന്നുണ്ട്, അവിടെ കിടക്കുന്നുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് ഉരുണ്ട് മറിയുന്നുണ്ട്, തുള്ളിച്ചാടുന്നുണ്ട്, അങ്ങനെ കിടക്കുന്നുണ്ട്, അങ്ങനെ എന്തൊക്കെയോ ആയിട്ട് ചെയ്യാണ്. അപ്പം ഇതൊക്കെ ചെയ്യുമ്പോഴും മക്കളെ നിങ്ങൾ ഓർക്കണം,
ആ ഒരു കടുവയുടെ കഴുത്തിൽ ധരിച്ചിട്ടുള്ള ആ ഒരു വയറും പിടിച്ചിട്ടാണ് ആര് നിൽക്കുന്നത്, തൊറാട്ട് നിൽക്കുന്നത്. അപ്പം അദ്ദേഹം എന്താണ്, ഇതൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് പെടാപ്പാടുപെടുകയാണ്. ഓക്കെ, ഫെർട്ടൈൽ എന്ന് പറഞ്ഞാൽ ഹാവിങ് നോ യൂസ്. പക്ഷെങ്കിൽ എന്താണ്, അതൊന്നും ബലം കാണുന്നില്ല, ഉദ്ദേശിക്കുന്ന രീതിയിൽ അതൊന്നും എന്താണ് ബലം കാണുന്നില്ല. We stood around foolishly watching a new and strange kind of circus which we were getting to see for free. അപ്പം ഇവരിതൊക്കെ കാണുന്നത് എങ്ങനെയാണ്, ഒരു തരത്തിലുള്ള സർക്കസ് എന്ന രീതിയിൽ, അല്ലെ, ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു സർക്കസ് എന്ന രീതിയിൽ മറ്റുള്ളവരൊക്കെ ഇതും കണ്ടങ്ങ് രസിക്കുകയാണ്. The camera was still standing on its 3 legs, staring into the wood, but the tiger was showing no sign of making its way there. അപ്പം എന്താ ഇവിടെ പറയുന്നത്, ദ ക്യാമറ വാസ് സ്റ്റിൽ സ്റ്റാൻഡിങ് ഓൺ ഇറ്റ്സ് 3 legs, സ്റ്റാറിങ് ഇൻ ടു ദ വുഡ്, ബട്ട് ദ ടൈഗർ വാസ് ഷോയിങ് നോ സൈൻ ഓഫ് മേക്കിംഗ് ഇറ്റ്സ് വേ ദെയർ. ഇപ്പോഴും ക്യാമറ എന്താണ് ഇങ്ങനെ തന്നെ നിൽക്കുകയാണ്, പക്ഷേ ടൈഗർ ഒരു തരത്തിലും എന്താണ് നമ്മൾ ഈ ഒരു സീൻസ് എടുക്കാൻ വേണ്ടിയിട്ട് എന്താണ് സമ്മതിക്കുന്നില്ല. വൺസ് ദ ടൈഗർ ഹാഡ് കാം ഡൗൺ വി മാനേജ് ടു ടേക്ക് ദ ഫ്യൂ ഷോട്ട്സ് വി നീഡഡ്. അങ്ങനെ എന്താണ് അവസാനം ഈ ഒരു കടുവ ശാന്തനായ ഒരു സമയത്ത് ഇവരെന്താണ് ആവശ്യമുള്ള കുറച്ച് ഷോട്ടും കാര്യങ്ങളൊക്കെ എടുത്തു. ദിസ് ഷുഡ് ഹാവ് ബീൻ ദ എൻഡ് ഓഫ് ദ സ്റ്റോറി. അങ്ങനെ എന്താണ് ഷോർട്സും കാര്യങ്ങളൊക്കെ വലിയൊരു പരിശ്രമത്തിനൊടുവിൽ എന്തൊക്കെയോ ആയിട്ട് ഷോർട്സും കാര്യങ്ങളൊക്കെ എടുത്തു, അല്ലേ. അങ്ങനെ എല്ലാം ഭംഗിയായിട്ട് തീർന്നു എന്ന് കരുതുമ്പോഴാണ് ബട്ട് വെൻ വി റിട്ടേൺ ടു കൽക്കട്ട ആൻഡ് ലുക്ക്ഡ് അറ്റ് ദ സീൻസ് വിത്ത് ദ ടൈഗർ, അങ്ങനെ ഇവർ മടങ്ങി കൽക്കട്ടയിലേക്ക് തിരിച്ചു പോയിട്ട് അവിടെ വെച്ചിട്ട് ഈ എടുത്ത സീൻസും കാര്യങ്ങളൊക്കെ നോക്കുമ്പോഴാണ് ഇവർ മനസ്സിലാക്കുന്നത് വി റിയലൈസ്ഡ് ദാറ്റ് ദ ക്യാമറ ഹാഡ് ഫെയിൽഡ് ടു വർക്ക് പ്രോപ്പർലി. ആഹാ, അങ്ങനെ കൽക്കട്ടയിലേക്ക് മടങ്ങിപ്പോയിട്ട് അവിടെ വെച്ചിട്ടാണ് ഇവർ മനസ്സിലാക്കുന്നത് ക്യാമറ എന്ത് ചെയ്തിട്ടില്ല, പ്രവർത്തിച്ചിട്ടില്ല എന്നുള്ള കാര്യം. എന്തായി മക്കളെ സ്ഥിതി? ഇത്രയും എടുത്ത എഫേർട്ട് എന്തായി, ഒറ്റ നിമിഷം കൊണ്ട് ഇല്ലാതാവുകയാണ്. ദ ഷോട്ട്സ് വെയർ ടു ഡാർക്ക്. എടുത്തിട്ടുള്ള ഷോട്ട്സ് ഒക്കെ എന്താണ് ഇരുട്ട് പിടിച്ചിട്ടാണുള്ളത്, ഡാർക്കായിട്ടാണ് ഉള്ളത്. സോ മച്ച് സോ ദാറ്റ് ദ ടൈഗർ വാസ് മെർജിങ് ഓൾമോസ്റ്റ് കംപ്ലീറ്റ്ലി വിത്ത് ദ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദ ട്രീസ് ആൻഡ് ലീവ്സ്. ടൈഗർ എന്താണ് ആ മരങ്ങളും ഇലകളും ഒക്കെ കൊണ്ട് എന്താണ് മൂടിയിട്ടാണുള്ളത്. കൃത്യമായിട്ട് ടൈഗറിനൊന്നും കാണിക്കുന്നില്ല ഷോർട്സിൽ. അപ്പം പിന്നെ ടൈഗറിനെ കൃത്യമായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റിയിട്ടില്ലെങ്കിൽ പിന്നെ ആ ഒരു സീന് കൊണ്ട് പ്രയോജനമുണ്ടോ? ഇല്ല. വി ഹാഡ് ടു ഷൂട്ട് ദ സീൻസ് ഓൾ ഓവർ അഗെയിൻ. അങ്ങനെ എന്താണ് ഇവർക്ക് ആ സീൻസും കാര്യങ്ങളൊക്കെ വീണ്ടും ഒരിക്കൽ കൂടി എടുക്കണമായിരുന്നു. ആ ഒരു ദിവസം ഇതൊക്കെ തിരിച്ചറിഞ്ഞ ആ ഒരു ദിവസം സത്യജിത് റായ് എന്ന് പറയുന്ന വ്യക്തി എഴുതുന്ന ഡയറി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കാണാത്ത കുട്ടികളാണെങ്കിൽ കാണുക, ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. വി സ്പോക്ക് ടു മിസ്റ്റർ തൊറാട്ട് ആൻഡ് ഹി അഗ്രീ ടു ഗിവ് ഇറ്റ് അനദർ ഗോ. അങ്ങനെ എന്താണ് തൊറാട്ടിനോട് കാര്യങ്ങൾ പറഞ്ഞു. തൊറാട്ടൻ സമ്മതിച്ചു, സാറില്ല, നമുക്കൊരിക്കൽ കൂടി എടുക്കാം. വി ഫൗണ്ട് അനദർ ബാംബൂ ഗ്രൂവ് ക്ലോസർ ടു കൽക്കട്ട ഇൻ എ വില്ലേജ് കോൾഡ് ബൊറാൽ. അങ്ങനെ രണ്ടാമത് ഇവർ മറ്റൊരു വില്ലേജ്, മറ്റൊരു ഗ്രാമം കണ്ടെത്തി. ആ ഗ്രാമത്തിൻ്റെ പേരാണ് ബൊറാൽ. The lorry arrived once more with Mr. Thorat, the tiger, the steel wire, the special collar and the iron rod. അങ്ങനെ രണ്ടാമത്തെ തവണയും ലോറി വരികയാണ്. ആരെയൊക്കെ കൊണ്ട്? ടൈഗറിനെ കൊണ്ട്, അല്ലേ. കടുവയെ കൂട്ടിയിട്ട് തൊറാട്ടുമായിട്ട് എന്തൊക്കെ എടുത്തിട്ട്, സ്റ്റീൽ വയർ എടുത്തിട്ട്, ആ ഒരു കോളറും അയൺ റോഡും എല്ലാം എടുത്തിട്ട് ആദ്യം എങ്ങനെ എത്തിയോ അതേപോലെ തന്നെ രണ്ടാമതും വീണ്ടും എത്തുകയാണ്. തൊറാട്ട്, കടുവ എല്ലാവരും രണ്ടാമത്തെ തവണയും വരികയാണ് ലോറിയിൽ. ആൻഡ് വിത്ത് ദ ലോറി കെയിം ദ വോൾ വില്ലേജ്. എന്നാൽ ഇത്തവണ നമ്മളെ എന്താണ് ആ ഗ്രാമത്തിലുള്ള മുഴുവൻ ജനങ്ങളും ഈ ഒരു ഷൂട്ടിംഗ് കാണാൻ വേണ്ടിയിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. വി ടോൾഡ് ദ വില്ലേജേഴ്സ് ദാറ്റ് ദേ ഷുഡ് സ്റ്റാൻഡ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 70 feet. അങ്ങനെ എന്താണ് ഗ്രാമത്തിൽ താമസിക്കുന്നവരോട് എന്ത് ചെയ്യാൻ വേണ്ടി പറഞ്ഞു? ഏകദേശം 70 അടി അകലെയായിട്ട് നിൽക്കാൻ വേണ്ടി പറഞ്ഞു. നോ വൺ പെയ്ഡ് എനി അറ്റൻഷൻ ടു വാട്ട് ദേ വെർ ടോൾഡ്. എന്നാൽ ആരും അത് ശ്രദ്ധിച്ചില്ല. എല്ലാവരും പരമാവധി അടുത്ത് തന്നെ നിൽക്കാൻ വേണ്ടി ശ്രദ്ധിച്ചു. ദ എൻറ്റയർ ക്രൗഡ് മൂവ്ഡ് ആസ് ക്ലോസ് ടു ദ ക്യാമറ ആസ് ദേ കുഡ്. എല്ലാവരും എന്താണ് ക്യാമറയ്ക്ക് എത്രത്തോളം അടുത്ത് നിൽക്കാൻ വേണ്ടി പറ്റുമോ അത്രത്തോളം അടുത്ത് നിന്നു. വി കുഡ് നോട്ട് എഫേർഡ് ടു വേസ്റ്റ് എനി മോർ ടൈം എക്സ്പ്ലെയിനിങ് ആൻഡ് ആർഗ്യൂയിങ്. ഞങ്ങൾക്ക് എന്താണ് തർക്കിച്ചിട്ടോ അല്ലെങ്കിൽ വിവരിച്ചിട്ടോ ഒന്നും സമയം ഒട്ടും തന്നെ കളയാനായിട്ടില്ല.
സോ വി ഗോട്ട് ദ ക്യാമറ റെഡി ആൻഡ് സിഗ്നൽ ടു മിസ്റ്റർ തൊറാട്ട്. അങ്ങനെ എന്താണ് ക്യാമറയൊക്കെ റെഡിയാക്കിയിട്ട് തൊറാട്ടിന് സിഗ്നൽ കൊടുത്തു. ഹി ഓപ്പൺ ദ ഡോർ ഓഫ് ദ കേജ്. അങ്ങനെ തൊറാട്ട് രണ്ടാമത്തെ തവണയും എന്താണ് ആ ഒരു കൂട് തുറന്നു. ദ ഇൻസ്റ്റന്റ് ദ ഡോർ ഓപ്പൺഡ് വിത്ത് എ ക്ലാങ്ക് അവർ ടൈഗർ ഇമേജ്ഡ് വിത്ത് എ ലൗഡ് റോർ ആൻഡ് ചാർജ്ഡ് സ്ട്രെയിറ്റ് അറ്റ് ദ വില്ലേജേഴ്സ് ഗ്യാതേർഡ് ബിഹൈൻഡ് ദ ക്യാമറ. ഇത്തവണ ആ ഒരു കേജ് ആ ഒരു കൂട് തുറന്നപ്പോൾ ടൈഗർ എന്താണ് പുറത്തോട്ടേക്ക് വന്നിട്ട് വളരെ ശബ്ദത്തോടു കൂടിയിട്ട് റോർ ചെയ്തു. ഒന്നെന്താണ് ശബ്ദിച്ചുകൊണ്ട് ആ ഒരു ഗ്രാമത്തിൽ ഒരുപാട് ആൾക്കാർ ഇത് കാണാൻ വേണ്ടി വന്നിട്ടില്ലായിരുന്നോ ഷൂട്ടിങ്. അപ്പം അവരുടെ നേരെയായിട്ട് ഇങ്ങനെയൊന്ന് ശബ്ദിച്ചുകൊണ്ട് അലറിക്കൊണ്ട് അവരുടെ നേരെയായിട്ടൊന്ന് നടന്നു. അപ്പോഴത്തേക്ക് എന്നെ എന്ത് സംഭവിച്ചു? ദ ക്രൗഡ് കൺസിസ്റ്റിംഗ് ഓഫ് എബൌട്ട് 150 പീപ്പിൾ മെൽറ്റഡ് എവേ ആസ് ഇഫ് ബൈ മാജിക്. ഏകദേശം 150 ജനങ്ങളുള്ള ആ ഒരു കൂട്ടത്തിൽ പിന്നെ ഒരു വ്യക്തിയെയും കാണാൻ വേണ്ടി പറ്റിയില്ല. എല്ലാവരും ഓടി അങ്ങ് മാറുകയാണ്. ആഫ്റ്റർ ദാറ്റ് ഗ്രേറ്റ് ബേസ്റ്റ് ഓഫ് എനർജി ദ ടൈഗർ കാം ഡൗൺ വെരി ക്വിക്ലി. അങ്ങനെ അല്പം ശബ്ദമൊക്കെ എടുത്തതിന് ശേഷം ടൈഗർ പതിയെ ശാന്തനായി. ലൈക്ക് എൻ ഒബീഡിയൻറ്റ് ചൈൽഡ്, ഒരു അനുസരണയുള്ള കുട്ടിയെ പോലെ. ഇറ്റ് വാക്ക്ഡ് ഓവർ ടു ദ സ്പോട്ട് വി ഹാഡ് ചൂസൺ, പേസ്ഡ് അബൌട്ട് ക്വയറ്റ്ലി ആസ് ഇറ്റ് വാസ് റിക്വയർഡ് ടു ഡു ആൻഡ് ദെൻ ആംബിൾഡ് ബാക്ക് ടു ഇറ്റ്സ് ട്രെയിനർ. അങ്ങനെ ഒരു വളരെ അനുസരണയുള്ള കുട്ടിയെ പോലെ എടുക്കേണ്ട സീൻസും കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് ആ ടൈഗർ കൃത്യമായിട്ട് അച്ചടക്കത്തോടു കൂടിയിട്ട് കാര്യങ്ങൾ ചെയ്തു. ഈവൻ ദ ക്യാമറ ബിഹേവ്ഡ് ദിസ് ടൈം which we realized 2 days later when we returned to Calcutta and saw the scenes we had shot. അങ്ങനെ പിന്നീട് ഈ സീനും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് കൽക്കട്ടയിലേക്ക് മടങ്ങിപ്പോയി അവിടെ വെച്ച് നോക്കിയപ്പോഴാണ് ഇവർക്ക് മനസ്സിലായത് രണ്ടാമത്തെ തവണ എടുത്തിട്ടുള്ള സീൻസും കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിരുന്നു, അതൊക്കെ ഭംഗിയായിട്ട് തന്നെ എടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യം. അപ്പോൾ ഇതാണ് ഈ ഒരു ചാപ്റ്റർ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു മക്കളെ. അപ്പം നമ്മൾ ആദ്യം ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്. ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത് ഗോപി കൈൻ ഭാഗവൈൻ എന്ന് പറയുന്ന സിനിമയിലെ ഒരു കടുവയെ അഭിനയിപ്പിക്കാൻ വേണ്ടിയിട്ട് സത്യജിത് റായ് എന്ന് പറയുന്ന വ്യക്തിയും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും നേരിടേണ്ടി വന്നിട്ടുള്ള പ്രശ്നങ്ങളെ പറ്റിയിട്ടും അനുഭവങ്ങളൊക്കെയാണ് ഇവിടെ പറയുന്നത് എന്ന്. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ ഇവിടെ അവസാനിക്കുമ്പോൾ മക്കളെ നിങ്ങൾക്ക് അതൊക്കെ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുകയാണ്. ഈ ഒരു ചാപ്റ്റർ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുകയാണ്. എവിടെയൊക്കെയോ നമ്മൾ പറഞ്ഞു പോയി എന്ന രീതിയിൽ ഒരിക്കലും ആകരുത്. കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. എന്ത് സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ് കേട്ടോ. See you soon in next video. Bye bye.